السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليمًا كثيرًا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما والحمد لله على كل حال. اللهم اغفر لنا ولوالدينا ولمشايخنا ولجميع المسلمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഒരു മസ്ജിദും ആ മസ്ജിദിനോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഒത്തുചേരാനുമൊക്കെ ഈ നാട്ടുകാർക്കും അവസരം ലഭിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് ഒരു വിഭാഗം അവർ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരുന്നത് ഒരു മസ്ജിദിലാവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ മസ്ജിദുകളുണ്ടായിരുന്നു എന്നാണ് ചരിത്രം അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം നിർമ്മിച്ചത് ഖുബാ പള്ളിയാണ്. രണ്ടാമത് നിർമ്മിച്ചത് മസ്ജിദുൻ നബവിയാണ്. അതിനുശേഷം വിവിധ ഗല്ലികളിൽ സഹാബത്ത് ഓരോ പ്രദേശത്ത് ഗല്ലികളായിട്ടാണ് ഗോത്രങ്ങൾ അവരുടെ കുടുംബക്കാർ താമസിച്ചിരുന്നത്. പല പ്രദേശങ്ങളിൽ മദീനയുടെ പല ഓരങ്ങളിൽ അവർ താമസിക്കുമ്പോൾ ആ പ്രദേശങ്ങളിലൊക്കെ ചെറിയ നമ്മുടെ സ്രാമ്പി എന്ന് പറയുന്ന പോലെ നിസ്കാരപ്പള്ളികൾ അവർ നിർമ്മിച്ചിരുന്നു. പലതിലും ഉദ്ഘാടനത്തിന് പോയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. ചിലർ തൻ്റെ വീടിൻ്റെ ഒരു ഭാഗമാണ് മസ്ജിദായി ഒഴിച്ചിട്ട് കൊടുക്കുക. അത് കൊടുക്കുന്നതോടുകൂടി പൊതുജനങ്ങൾക്ക് അവിടെ വന്ന് നിസ്കരിക്കുക എന്ന വഖഫിലേക്ക് അത് മാറും. അങ്ങനെ ഒരുപാട് സ്രാമ്പി പള്ളികൾ അന്ന് മദീനത്തുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ജുമഅക്ക് വരുന്നത് മസ്ജിദ് നബവിയിലേക്കായിരുന്നു. ഒരു സ്ഥലത്തും ജുമഅ ഇല്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാ പള്ളി നിർമ്മിക്കുന്നത് ഹിജ്റ വരുന്ന വഴിക്കാണ്. ഹിജ്റ വരുന്ന വഴിക്ക് അവിടുന്ന് നിർമ്മിച്ച മദീനയുടെ അതിർത്തിയിലേക്ക് കയറിയപ്പോൾ ആദ്യം നിർമ്മിച്ചതാണ് ഈ ഖുബാ പള്ളി. പിന്നീടാണ് മദീന എന്ന ആ മർമ്മ സ്ഥലത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്നതിന് മുമ്പേ മദീനയിൽ ഇസ്ലാം ഉണ്ട്. അതിനു മുമ്പുള്ള 1-2 വർഷങ്ങളിൽ തന്നെ അവിടെ ഇസ്ലാം എത്തിയിട്ടുണ്ട്. അവിടെ ഇസ്ലാം എത്തിയപ്പം അവർക്ക് ദഅവത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു കൊടുത്ത സഹാബിയായിരുന്നു മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അതിനുശേഷം പിന്നീട് മറ്റു പല സഹാബികളും അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ ഇസ്ലാം അവിടെ എത്തുകയും അതിന് മുമ്പേ നിസ്കാരം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് ഹിജ്റക്ക് പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ് നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. 5 വഖത്ത് നിസ്കാരം. ആ 5 വഖത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടങ്ങിയപ്പം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് സ്വകാര്യമായിട്ട് ജമാഅത്ത് നിർവഹിച്ചിരുന്നു, പരസ്യമായി ജമാഅത്ത് നിർവഹിച്ചിരുന്നു. പക്ഷെ ഒരു പള്ളിയില്ലായിരുന്നു മസ്ജിദുൽ ഹറമല്ലാതെ. എന്നാൽ സഹാബത്ത് മദീനത്തെത്തിയപ്പം അവരവിടെ ജമാഅത്തായി നിസ്കാരമൊക്കെ തുടങ്ങിയിരുന്നു, പള്ളിയൊക്കെ നിർമ്മിച്ചിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതിന് മുമ്പേ നിർമ്മിതമായ പള്ളിയിൽ വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ജുമുഅ നിസ്കരിക്കുന്നത്. ആ പള്ളി അതിന് മുമ്പേ ഉണ്ട്, കുറേ മുമ്പില്ല, മുസ്ലിങ്ങൾ തന്നെ നിർമ്മിച്ചതാണ്. അവിടെ നിന്നാണ് കുബാ പള്ളിയിലും അല്ലാത്ത മസ്ജിദ് നബവിയിലും അല്ലാത്ത അതിന് രണ്ടും ഇടക്ക് വെച്ചുള്ളൊരു സ്ഥലത്ത് അവിടുത്തെ മുസ്ലിം ഗോത്രം നിർമ്മിച്ച ഒരു പള്ളി, അവിടെ വെച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ജുമുഅ നിർവഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്താണ് ഇത്തിഖാദുൽ മസാജിദി ഫി ദുവർ, ഗല്ലികളിൽ എന്ന് പറഞ്ഞാൽ ആളുകൾ താമസിക്കുന്നിടത്ത്. അതിന് ആ കണക്ക് പ്രകാരം മിനിമം രണ്ടാളുണ്ടെങ്കിൽ അവിടെ ഒരു പള്ളി ഉണ്ടാക്കുക. അതൊരു 10 ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന, ചിലപ്പോൾ അവനാൻ്റെ വീടിൻ്റെ ഒരു റൂം വെച്ച് കൊടുക്കുക, പുറത്തുനിന്നൊക്കെ ഒരു വാതിൽ വെച്ചിട്ട് എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ പറ്റുന്ന കോലത്തിൽ അവനാൻ്റെ വീടിൻ്റെ ഒരു റൂം പള്ളിയേക്ക് വെച്ച് കൊടുക്കാവും. എൻ്റെ വീഡിയോ റൂമിൻ്റെ ഒരു റൂം ഞാൻ പള്ളിയായി വഖഫ് ചെയ്യുന്നു എന്നത് ഇക്കാലം ചിലപ്പോൾ അവിടെ സാധിക്കുക. അല്ലെങ്കിൽ എൻ്റെ പറമ്പിൻ്റെ ഒരു ഓരത്ത് ഒരു 10 ആൾക്കൊക്കെ വന്ന് നിസ്കരിക്കാൻ, ബാത്റൂം സൗകര്യമൊന്നും ഉണ്ടാവില്ല, 10 ആൾക്ക് നിസ്കരിക്കാൻ ഞാനൊരു ചെറിയ കെട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ അതായിരിക്കും പള്ളി. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്താണ് പള്ളി ഉണ്ടാവുക എന്നുള്ളത്. 2 ആൾ മിനിമം ഉണ്ടെങ്കിൽ ആ നാട്ടിൽ പള്ളി എടുക്കാം, മിനിമം 2. ഇനിയിപ്പം ഒരാളാണെങ്കിലും പറ്റും. അപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് ഒരു വികാരമാണ്, മുസ്ലിങ്ങൾക്ക് ഒരു നാട്ടിൽ ഇസ്ലാമുണ്ട് എന്നതിൻ്റെ ചിഹ്നമാണ് പള്ളി എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നോക്കിയാൽ മതി. കെട്ടുബന്ധമൊക്കെ വരുമ്പോഴേ, കല്യാണബന്ധം വരുമ്പം ചെക്കന്മാരെ കുറിച്ചും ഒക്കെ വിളിച്ചന്വേഷിക്കും, എന്താണോ എൻ്റെ പാടെന്ന്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയൽ ആ പള്ളിയിൽ നിന്ന് അവനെ കാണലുണ്ട് എന്നാണ്. ഞാൻ റോഡിൽ നിന്ന് കണ്ടില്ലെങ്കിലും പള്ളിക്കെന്ന് കാണലുണ്ട്. അതൊരു സമാധാനവും ആശ്വാസമാണ്. പള്ളി വരുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഓൻക്ക് ഇസ്ലാമിനേറ്റ് ബന്ധം നിലനിൽക്കുന്നു എന്നുള്ളതിന് അതിനും വലിയ ഒരു വ്യക്തമായ രേഖ നമുക്ക് വേറെ പറയാൻ പറ്റില്ല. ഓൻ സ്വകാര്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടോയെന്നോ ഓൻ ആർക്കെങ്കിലും ധർമ്മം ചെയ്യുന്നുണ്ടോ എന്നൊന്നും ഒരാളെക്കുറിച്ചും മറ്റൊരാൾ അന്വേഷിച്ച് കാണുന്ന കാര്യങ്ങളല്ല. എന്നാൽ എല്ലാവർക്കും ആണ്ടും കെട്ടും റിയാ പേടിക്കേണ്ടതില്ലാത്ത ഒരാൾ പറയാണ് ഞാൻ പള്ളിയിൽ കയറലില്ല, അത് റിയാ പേടിച്ചിട്ട് ഞാൻ പള്ളിയിൽ കയറുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ അങ്ങനെ കാണൂലേ എന്ന് പറഞ്ഞാൽ അവനോട് പോയി പണി വെക്കാൻ പറയാം. അങ്ങനത്തെ ഒരു റിയാ അവിടെ ഇല്ല. ഞാൻ ജമാഅത്ത് നിസ്കരിക്കലില്ല, അത് റിയാ പേടിച്ചിട്ട് ആളെ കാണിക്കാൻ പാടില്ലല്ലോ ഇബാദത്ത് ചെയ്യുമ്പോൾ. അപ്പം ഞാൻ ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്നെ കാണില്ലേ ഞാൻ നിസ്കരിക്കണ് എന്നും പറഞ്ഞിട്ട് ഇവന് ജമാഅത്തിന് വരണില്ല എന്ന് തീരുമാനിച്ചാൽ അത് ആസ്ഥാനത്തുള്ള തഖ്വയാണ്. അതിന് തഖ്വ അറിയില്ല. അള്ളാഹുവും റസൂലും പറഞ്ഞതിലൂടെ ജീവിതം സൂക്ഷ്മമാക്കുക എന്നതിനാണ് തഖ്വ എന്നറിയാം. അപ്പം തഖ്വൻ്റെ പേരിൽ നിങ്ങൾ ജമാഅത്ത് മുടക്കിക്കോളിൻ, അതല്ലെങ്കിൽ പള്ളിയിൽ വരുന്നത് മുടക്കിക്കോളിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടും പറഞ്ഞിട്ടില്ല. അത് ആൾക്കാരെ കാണിക്കേണ്ട ഇബാദത്താണ്. ഒരാൾ ഹജ്ജ് ചെയ്യണില്ല എന്ന് പറഞ്ഞു, അതെന്താണ്? ഞാൻ ഹജ്ജ് ചെയ്യുമ്പം നാട്ടുകാരൊക്കെ അറിയില്ല ഞാൻ ഹജ്ജ് ചെയ്യണത്, എത്ര മനുഷ്യന്മാരുടെ അടിയിലുമാണ് ഞാൻ ഇബാദത്ത് ചെയ്യാൻ, അപ്പോൾ സ്വകാര്യത നഷ്ടപ്പെടില്ല, ഞാൻ ആളുകളെ കാണിക്കാൻ ഇബാദത്ത് ചെയ്യല്ലേ എന്ന് വിചാരിച്ചാൽ അങ്ങനെ കാണുന്നതല്ല റിയാ എന്ന് പറഞ്ഞത്. കാണിച്ച് ചെയ്യേണ്ടത് കാണിച്ച് തന്നെ ചെയ്യണം. അത് കാണിക്കാതെ വന്നാൽ പ്രശ്നമാണ്. കാണിച്ച് ചെയ്യേണ്ട ഇബാദത്തിൽ ഒരാൾ സ്വകാര്യത സൂക്ഷിച്ചാൽ അത് അയാളുടെ വ്യക്തിത്വത്തിന്, ഇസ്ലാമിക വ്യക്തിത്വത്തിന് പ്രശ്നം വരും. അദാലത്ത് എന്ന് പറയും. അയാൾ ഇസ്ലാമികമായി നിരാകരിക്കപ്പെടും, ഇസ്ലാമികമായി നിരൂപിക്കപ്പെടും. അയാളെ ഇസ്ലാമികമായ ഭാഗത്ത് യോഗ്യനല്ല എന്ന് പറയും. അതെന്താണ്? അയാൾ ജമാഅത്തിന് വരണില്ല, നിസ്കരിക്കണില്ല എന്നത് ഒരു പ്രശ്നമായിട്ട് വരും. അപ്പോൾ പരസ്യമായി ചെയ്യേണ്ട ഇബാദത്ത് പരസ്യമായി ചെയ്യണം, സ്വകാര്യമായി ചെയ്യേണ്ട ഇബാദത്ത് സ്വകാര്യമായി ചെയ്യണം. സ്വകാര്യമായി ചെയ്യേണ്ടത് ചിലപ്പം പരസ്യമായിട്ടും ചെയ്യേണ്ടി വരും. സ്വകാര്യമായി ചെയ്യേണ്ട ഇബാദത്താണ്, അത് ചിലപ്പം മസ്ലഹത്തിന് വേണ്ടിയോ പഠിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ പരസ്യമായി ചെയ്യേണ്ടി വരും. ഇപ്പോൾ സുന്നത്ത് നിസ്കാരം
സ്വകാര്യമായി ചെയ്യലാണ് അസ്ല്, അടിസ്ഥാനം. എന്നിരിക്കെ ചിലപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായി നിർവഹിച്ചത് നമുക്ക് കാണാൻ പറ്റും. ആരെങ്കിലുമൊക്കെ വന്നാൽ കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് വാതിൽ തുറന്നു വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഹജ്ജുദ് നിസ്കരിക്കലുണ്ടേന്. കാരണം എങ്ങനെ നബിൻ്റെ നിസ്കാരം എന്നൊക്കെ നോക്കി പഠിക്കാൻ ചിലപ്പോൾ സഹാബത്ത് രാത്രികളിൽ വരും. അപ്പോൾ ഇപ്പം വീട്ടിൽ കയറിയാൽ കുഴപ്പമില്ല എന്നത് അറിയിക്കാൻ റസൂൽ വാതിലൊന്ന് തുറന്നേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, മസ്ജിദ് ഒരു നാട്ടിൽ ഇസ്ലാമുണ്ട് എന്നതിൻ്റെ ചിഹ്ന എങ്കിൽ ആ നാട്ടുകാരനാണെങ്കിൽ അയാൾ ആ പള്ളി കാണണം. അപ്പോൾ പറയുകയാണ് എനിക്ക് ജോലിയാണ്, ആയിക്കോട്ടെ ജോലി കഴിഞ്ഞിട്ട് മതി, ആഴ്ച ഒരു ദിവസം എനിക്ക് പള്ളിയിൽ വരാൻ കഴിയുള്ളൂ, ആ ഒറ്റ ദിവസം മതി. അത് മറ്റവർക്കൊക്കെ അടയാളം പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓനെ കാണണമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അസറിന് ഇവിടെ വന്നാൽ കാണാം. ബാക്കി എവിടെയാണ്? ബാക്കി വേറെ ഓരോ സ്ഥലത്ത് ജോലിയിലാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ വരുള്ളൂ. വന്നാൽ ചിലപ്പോൾ അന്ന് കുടുംബത്തിൻ്റെയോടൊക്കെ കറങ്ങും. അസറിന് ആൾ ഇവിടെ സാധാരണ ഉണ്ടാവില്ല. ഒരടയാളമാണ്, ഒരാളെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരടയാളം. അവന് സുബഹിക്ക് വന്നാൽ കാണാം, അവനെ പിന്നെ എല്ലാ ജുമക്കും വന്നാൽ കാണാം എന്ന് പറയുന്നത് അവൻ ജീവിക്കുന്ന ഒരു നാട്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഇതവൻ്റെ സ്വദേശം, ചെയ്യാൻ പെടാവില്ല. ഞാൻ സ്ഥിരമായിട്ടുള്ളത് വേറെ ഏതോ നാട്ടിൽ ജോലിക്കാണ്, ഇല്ല അവിടെ കണ്ടാൽ മതി, അവിടെ കണ്ടാൽ മതി. ഇപ്പം നമ്മൾ നാട്ടുകാരോടാണ് വർത്തമാനം പറയേണ്ടത്. അല്ലെങ്കിൽ ഈ പള്ളിയെ ഒരു സ്ഥിരം പള്ളിയായി സ്വീകരിച്ച് ഈ പരിസരത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ഇന്നത്തെ എൻ്റെ സംസാരം. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇസ്ലാമുണ്ട് എന്നതിൻ്റെ ഷിആറുകളിൽപ്പെട്ട, ആ ചിഹ്നങ്ങളിൽപ്പെട്ട ഒന്നാണ് പള്ളി എന്ന് പറഞ്ഞത്. അതൊരു നാടിന് ബറക്കത്താണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗല്ലികളിലൊക്കെ ആളുകൾ താമസിക്കുന്നിടത്തൊക്കെ പള്ളി നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പരിപാലനം വേണം. അതിനെ പരിപാലിക്കേണ്ടത് മുവഹിദുകളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പള്ളിയെ പരിപാലിക്കേണ്ടത് തൗഹീദുള്ള, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളാവണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് പറയാനൊരു പ്രധാന കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തി 18 കൊല്ലം, അല്ലെങ്കിൽ 18 അല്ല 20 കൊല്ലം, അല്ലെങ്കിൽ ഏകദേശം ഒരു 18 to 20 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്താൻ തുടങ്ങിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദായ മസ്ജിദുൽ ഹറം കൈകാര്യം ചെയ്തിരുന്നത് മുശ്രിക്കീങ്ങളാണ്. ഹിജറ 8ാമത്തെ കൊല്ലം മക്ക വിജയിച്ചടക്കിയപ്പം മാത്രമാണ് അത് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നത്. അത്രയും കൊല്ലം അക്രമകരവും അന്യായവുമായി അത് കൈയടക്കി വെച്ചിരുന്നത് തനിച്ച വിഗ്രഹാരാധകരായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ആ വിഷയത്തിൽ അതികാർക്കശ്യത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത്. മുവഹിദീങ്ങളല്ലാത്തവർ പള്ളി കൈകാര്യം ചെയ്യാൻ പാടില്ല, ചെയ്തോൽക്കൊക്കെ പണി കിട്ടുന്നതാണ്. അതിശക്തമായ താക്കീത് വിശുദ്ധ ഖുർആൻ്റെ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുണ്ട്. അത് ചെയ്തവർക്കൊക്കെ നല്ല പണി വരുന്ന, ഇത് ദുന്യാവിലും വരും ആഖിറത്തിലും വരും. മുവഹിദീങ്ങൾ കൈവെക്കേണ്ട പള്ളിയിൽ വേറെ ആരെങ്കിലും കൈവെക്കാൻ പാടില്ല. അല്ലാഹു പറഞ്ഞു, അന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. മസ്ജിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അവിടെ വേറെ ഒരാളെയും നിങ്ങൾ ദുആ ചെയ്ത് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി പണിതുയർത്തിയിട്ടുള്ള കഅബ എന്ന് പറയുന്ന മസ്ജിദ്, ആ ആദ്യത്തെ മസ്ജിദ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് എന്തൊക്കെ ഇബാദത്ത് വേണമെന്ന് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് സ്വീകരിച്ച്, ഈ സ്വീകരിച്ചത് അടിസ്ഥാനത്തിൽ അവിടെ നിസ്കാരം തുടങ്ങി. അതുപോലെ അവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ആരംഭിച്ച് അത് ജനങ്ങളെ പഠിപ്പിച്ച് വൃത്തിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഈ അംർ ബിൻ ലുഹയ്യ് എന്ന് പറയുന്ന ചങ്ങാതി വന്നിട്ട് ഇവിടെ വിഗ്രഹത്തിനെ കൊണ്ടുപോയി വെച്ചിട്ട് ആദ്യമായി കഅബയിൽ ശിർക്ക് തുടങ്ങുന്നത്. അതിന് ശേഷം അവിടെ വിഗ്രഹങ്ങൾ കുന്നുകൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് തുടങ്ങിയപ്പോൾ മുതൽക്ക് പറഞ്ഞു തുടങ്ങി ഇതൊന്നും ശരിയല്ല. ആ റസൂലിനെ അവിടെ നിസ്കരിക്കാൻ അയക്കാതെ അതിൻ്റെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചാൽ അവിടുത്തെ ശാരീരികമായി ഉപദ്രവിച്ച് ഒട്ടകത്തിൻ്റെ കുടൽമാല ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് മുഖത്ത്
ഒന്നാകെ മണ്ണിലേക്ക് മുഖം ആഴ്ന്നു പോകുമാറ് നബിയുടെ പെരടിക്ക് ചവിട്ടി എന്തൊക്കെ അക്രമം റസൂലുള്ള നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പം അവർ ചെയ്തുകണെന്നറിയോ? അവിടേക്കാണ് അള്ളാഹ് പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ളതാണ്. അന്നത്തെ ചർച്ചുകളടക്കം, അന്നത്തെ ചരിത്രത്തിൽ അന്നുണ്ടായിരുന്ന ചർച്ചുകൾ എന്ന് ഇവർ പിന്നീട് പേര് മാറ്റിയതടക്കം സത്യത്തിൽ തൗഹീദുള്ള മനുഷ്യന്മാരുടെ അടുത്ത് നിന്ന് പിരിച്ചുണ്ടാക്കിയ ആരാധനാലയങ്ങളായിരുന്നു. എന്തിനു വേണ്ടി? അള്ളാനെ മാത്രം ആരാധിക്കാൻ വേണ്ടി. പിന്നീട് ഒരൈമൽ പ്രതിമനെ തൂക്കിയും ചിത്രം വരച്ചും അവർ അവിടെ ഖബറ് പൊന്തിച്ചും ഒക്കെ അതിൻ്റെ ലക്ഷ്യമാണ് മാറ്റേണ്ടത്. ജൂതന്മാരും അവരും ഒരു കാലത്ത് മുവഹിദുകളായിരുന്നല്ലോ, അവർക്കുണ്ടായിരുന്നു മസ്ജിദുകൾ, അവർക്കും ആരാധനാലയങ്ങളുണ്ടായിരുന്നു. ആ ആരാധനാലയങ്ങൾ അവരും അള്ളാനെ മാത്രം ആരാധിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് ബനൂ ഇസ്രായേൽ നബിമാർ വരെ പഠിപ്പിച്ചു കൊടുത്തതായിരുന്നു. അവരവിടെ കൊണ്ടുപോയി വേറെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ജൂതരോടും നസാറാക്കളോടും കഅബയെ വശളാക്കിയ മലീമസപ്പെടുത്തിയ മുശ്രിക്കീങ്ങളോടൊക്കെ കൂടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. മസ്ജിദുകൾ അള്ളാഹ്ക്കുള്ളതാണ്. അപ്പോൾ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ, അല്ലാത്ത ഒരാളെ നിങ്ങളവിടെ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അടുത്തൊരു വർത്താനം ഉണ്ടാവും, എന്നാൽ പള്ളി പൂട്ടിയിടാ. അതിനാ പൂട്ടിയിടണത്? ഞങ്ങൾ ആരാധിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടുന്ന് അള്ളാഹിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുള്ളൂ, പക്ഷെ പൂട്ടിയിട്ട് പോവാം, വേറെ ആരും വിളിക്കണില്ല, അള്ളാഹിനെയും വിളിക്കണില്ല എന്നതല്ല അള്ളാഹ് ഉദ്ദേശിച്ചത്. അള്ളാഹ് ഉദ്ദേശിച്ചത് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് മാത്രമായിട്ട് നടന്നുകൊണ്ടിരിക്കണം എന്നാണ്. മസ്ജിദിൽ തുടർന്ന് ആ മസ്ജിദുകളെ നിശ്ചലമാക്കാതെ, ആ മസ്ജിദുകൾ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഇല്ലാതെയാവാതെ തുടർച്ചയായി അള്ളാഹിനെ ഇബാദത്ത് ചെയ്യും വേണം. അത് അള്ളാഹ്ക്ക് മാത്രമല്ല വേറൊരു മഖ്ലൂക്കിനും കൊടുക്കാതെ അള്ളാഹ്ക്ക് മാത്രമായി ഇബാദത്ത് തിരിച്ചുകൊണ്ടിരിക്കും വേണം എന്നാണ് മസ്ജിദിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ താല്പര്യം. അവിടെ അള്ളാഹ് ആദ്യം പറഞ്ഞു, ഈ ശിർക്ക് ചെയ്യണ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. അപ്പം ഞാൻ ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ശിർക്ക് ചെയ്യണില്ല, തൗഹീദും ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കുള്ള നിസ്കാരം വേണ്ട, ആർക്കുള്ള നിസ്കാരം വേണ്ട എന്ന് പള്ളി പൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? പൂട്ടിയിട്ട് പോകാൻ പറ്റില്ല. ആ പള്ളിയിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കണം. പള്ളിയിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് സജീവമായി നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ ആദ്യത്തെ പോയിൻ്റ് പറയുന്നത്, നമ്മൾ ഈ നാട്ടുകാരാണെങ്കിൽ, ഈ പള്ളിയോട് ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരാണെങ്കിൽ 2 ആഴ്ചയിലേ എനിക്ക് ഈ പള്ളി കയറാൻ പറ്റുള്ളൂ എങ്കിൽ ബാക്കി ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്നാണ്. മാസത്തിലൊരിക്കലേ ഞാൻ നാട്ടിലുണ്ടാവുള്ളൂ എന്നാണെങ്കിൽ അന്ന് ഞാൻ ഇവിടെ ഉണ്ടാവണം, അന്ന് ഞാൻ ഇവിടെ ഉണ്ടാവും. അതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം. ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പള്ളിയിൽ എൻ്റെ സാന്നിധ്യം എപ്പോൾ എനിക്ക് സാധിക്കുമോ പള്ളിയിലിരിക്കണം. അതിൻ്റെ പേരിൽ ജോലി ഒഴിവാക്കണം എന്ന് ശറഇല്ല, അങ്ങനെയല്ല. എനിക്ക് പള്ളിയിലിരിക്കണം, അതുകൊണ്ട് ഞാൻ നയിക്കാൻ പോണില്ല, അധ്വാനിക്കാൻ പോണില്ല, കുടുംബം പോറ്റില്ല. അതിന് ഞാനിഞ്ഞ് ഭൗതികപരമായി ഞാനും എൻ്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ടാലും എനിക്ക് ഇങ്ങനെ പള്ളിയിലിരിക്കണം എന്ന ശരീഅത്ത് ഇസ്ലാമിലില്ല. അതേ സന്ദർഭത്തിൽ എനിക്ക് എപ്പോൾ ഒഴിവ് കിട്ടുമോ അപ്പം ഞാൻ പള്ളിയിലുണ്ടാവും. അത് അയാളുടെ കുടുംബത്തിൻ്റെ പ്രാരാബ്ധം കാരണം, പ്രയാസവും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ പറയണത്, അയാൾക്ക് ആകെ ആ മാസത്തിലൊരിക്കലേ പള്ളിക്ക് വരാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തെ പറഞ്ഞപ്പം അതിലൊരാളെക്കുറിച്ച് പറഞ്ഞത്, അയാളുടെ കൽബ് എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അയാളുടെ കൽബ് എപ്പോഴും പള്ളിയുമായിട്ട് കണക്റ്റഡ് ആവും. എങ്ങനെയാണ് അതങ്ങനെ? ആ യോഗ്യതയിലേക്ക് എങ്ങനെയാണ് നേടൽ, എത്തലെങ്ങനെയാണ്? കൽബ് പള്ളിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആവും. അപ്പോൾ ശരീരം വേണ്ടെന്നാ? ഞാൻ എന്നും പള്ളിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ ചെന്നേ പള്ളിയിൽ പോയത്, ഞാൻ പോകലൊന്നുമില്ല, എന്നും ആലോചിക്കലുണ്ട് എന്നാണോ അയാൾക്ക് തണൽ കിട്ടാൻ? അല്ല, ചിലപ്പോൾ അതും ആവാം. അയാൾക്ക് പള്ളിയിൽ കയറാൻ പറ്റൂല, പെരയ്ക്ക് എടുക്കുകയാണ്, അസുഖമാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല, പക്ഷെ എന്നും പള്ളിയിലത്തെ ആര് വന്നാലും പള്ളിയിലത്തെ കാര്യം ചോദിക്കും. ഉള്ളപ്പോഴൊക്കെ മൂപ്പര് പള്ളിയിലുണ്ടായിരുന്നു, ഇപ്പം വരാൻ പറ്റണില്ല,
പക്ഷേ ആര് വന്നാലും പള്ളീൻ്റെ കാര്യം ചോദിക്കും. അവിടെ ബൾബ് വീസായാലും ആരറിഞ്ഞതിന് മുമ്പ് മൂപ്പരത് അറിഞ്ഞിരുന്നു. അവിടെ മസ്ജിദുമായി ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അത് നീക്കം ചെയ്യുന്നിടത്ത് മൂപ്പര് കാണുന്നവരോടൊക്കെ പറയും. പക്ഷെ മൂപ്പര് പള്ളിക്ക് കയറില്ല. വരാത്തതിൻ്റെ കാരണം എന്താ? വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് ഈ പറഞ്ഞ ഗണത്തിലാണ് പെടുക. കൽബ് പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ. എന്നാൽ മറ്റവർക്ക് ജസദിയെ ശരീരം കൊണ്ടൊരു തടസ്സമില്ല. അപ്പോൾ ആൾ ഇവിടെ വന്നിട്ട് തന്നെയാണ് ആ ബന്ധം സ്ഥാപിക്കുന്നത്. പള്ളിയിൽ വന്നിട്ട് തന്നെയാണ് ആ ബന്ധം സ്ഥാപിക്കുന്നത്. ഓർക്ക് തണലുണ്ട് എന്നാ. ആ തണൽ ചിലപ്പോൾ അർശിൻ്റെ തണലാവും, അള്ളാഹു ഉദ്ദേശിച്ച തണലാവും. അപ്പോൾ ആ തണൽ കിട്ടുന്നതിൽ ഒരു വിഭാഗത്തെ പറഞ്ഞത് ഇപ്പോൾ അതാണ്. അവർ പള്ളിയുമായി തൻ്റെ ഹൃദയം ബന്ധപ്പെടുത്തിയവരായിരിക്കും. ആ ഹൃദയം ബന്ധപ്പെടുത്തിയ മനുഷ്യൻ അയാൾക്ക് തണലുണ്ട് എന്ന് പറയണമെങ്കിൽ അത് ഇനി നമ്മൾ അമലാക്കേണ്ട ഒന്നാണ്. അത് നമ്മൾ അമലാക്കുക എന്ന് പറയുമ്പം ആ പള്ളിയിൽ ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതനുസരിച്ച് ഉലമാക്കളൊരു ക്രമം വെച്ചിൽ ഒരു പള്ളിയിൽ ഞാൻ ഏത് പള്ളിയിൽ പോകണം എന്നുള്ളത് ചർച്ച ചെയ്യണോടത്ത് പറഞ്ഞത് കേൾക്കാം. ഞാൻ അവിടെ ഉണ്ടായാൽ ജമാഅത്ത് നടക്കുന്ന പള്ളി ഉണ്ടാവും, ഞാൻ ഇല്ലെങ്കിൽ ജമാഅത്ത് മുടങ്ങാൻ സാധ്യതയുണ്ട് എന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ എൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. ഞാൻ ഇല്ലെങ്കിൽ ജമാഅത്ത് മുടങ്ങാൻ സാധ്യതയുള്ള പള്ളി ഉണ്ടെങ്കിൽ അവിടെ എൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. അവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺഫ്യൂഷൻ ഇല്ല. അള്ളാഹനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ കൂടെ ജമാഅത്ത് നടത്തുക എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ സലഫി മസ്ജിദ് എന്നും പറഞ്ഞിട്ട് വേറെ മസ്ജിദേറ്റ് വരുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന മനുഷ്യന്മാരെ കൂടെ തോളോട് തോള് ചേർന്ന് സ്വഫ് ചേർന്ന് നിസ്കരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഒരു നാട്ടിൽ വേറെ പള്ളി ഉണ്ടായിട്ടും നമ്മൾ സലഫി മസ്ജിദ് നിർമ്മിക്കുന്നത്. സലഫി മസ്ജിദ് നിർമ്മിക്കുന്നത് അതിൻ്റെ പേരിലാണ്. അങ്ങനെ നിർമ്മിക്കുമ്പോൾ ആ മസ്ജിദിൽ എൻ്റെ സാന്നിധ്യം അത്യാവശ്യമാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് നമ്മൾ ഈ എണ്ണം കുറവേക്കാരം. ഇനി ഉള്ളവർ തന്നെ എല്ലാവരും നാട്ടിലുണ്ടായിക്കോളണമെന്നില്ല. ജോലിക്ക് പോണവരുണ്ട്, ഈ പറഞ്ഞ തടസ്സം രോഗം പല തിരക്കുകളിലൊക്കെ പെടുന്നവരുണ്ടാവും. അപ്പോൾ പിന്നെ ഇന്ന് ആർക്കാ തിരക്കില്ലാത്തതെന്ന് ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് ഇന്ന് ഞാൻ പോകണമെന്നല്ല, ഞാൻ ഇന്ന് അവിടെ പോയി നോക്കണം. ഇന്ന് ഞാൻ നാട്ടിലുണ്ട് എങ്കിൽ ഞാൻ ഇന്ന് പോകണം. ബാക്കി കാര്യം ഞാൻ അന്വേഷിക്കും ചെയ്യും. അപ്പോൾ ഏറ്റവും പ്രയാസമുള്ളൊരു സംഗതി പള്ളി കമ്മിറ്റിക്ക് മീറ്റിംഗ് കൂടാനാണ്. ആളെത്തിപ്പെടില്ല. പള്ളി കമ്മിറ്റിക്ക് മീറ്റിംഗ് കൂടിയിട്ട് എന്താ തീരുമാനിക്കാനുള്ളത്? നമ്മളെ പെരീക്ക് കൊണ്ടുപോകാനുള്ള ഒരു വരുമാനം ഇപ്പോൾ അതുകൊണ്ട് ഉണ്ടാകാൻ പോകണില്ല. ഇപ്രാവശ്യം കറണ്ട് ബില്ല് കൂടുണ്ട്, അല്ലെങ്കിൽ ഇപ്രാവശ്യം നമുക്ക് ഇങ്ങനൊരു സൗകര്യപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്ന ചില പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് തീരുമാനമാണ്. അപ്പോൾ ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമില്ല അതൊന്നും. അത് ശൂറ കൂടിയിട്ട് തീരുമാനിക്കേണ്ട സംഗതികളാണ്. മീറ്റിംഗ് കൂടി തീരുമാനിക്കുമ്പം മീറ്റിങ്ങിന് ആളെത്തണമല്ലോ. അപ്പം എൻ്റെ അസാന്നിധ്യം കൊണ്ട് ഈ പറയുന്ന പള്ളിയിൽ ഈ നിസ്കരിക്കാൻ വരുന്നവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട സൗകര്യം, നിസ്കരിക്കാൻ വരുന്നവർക്ക് ചെയ്തു കൊടുക്കേണ്ട സൗകര്യം എൻ്റെ അസാന്നിധ്യം കാരണം മീറ്റിംഗ് വൈകി, ആ സൗകര്യം വൈകിയാൽ അതിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കണം, അതിൽ നമുക്ക് സങ്കടം ഉണ്ടാവണം. എൻ്റെ അസാന്നിധ്യം കാരണം ഒരു മീറ്റിംഗ് വൈകി, ആ മീറ്റിംഗ് വൈകിയത് കൊണ്ട് തീരുമാനമെടുക്കാൻ വൈകിയതിലൂടെ നിസ്കാരക്കാർക്ക് ചെയ്തു കൊടുക്കേണ്ടിയിരുന്നൊരു സംവിധാനം അതിൻ്റെ പേരിൽ വൈകി എങ്കിൽ അതിൽ നമ്മളെ സംബന്ധിച്ച് സങ്കടം ഉണ്ടാവണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പള്ളിയുമായി നമ്മുടെ ശാരീരിക മാനസിക ബന്ധം അത് മുസ്ലിമിനെ സംബന്ധിച്ച് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അവൻ ടൈം ടേബിൾ വെക്കുമ്പം അതിൽ അതിൽ സമയം കാണേണ്ട ഒന്നാണ്. സമയം കാണാത്ത ഒരു സംഗതി ഉണ്ട് പള്ളിയുമായിട്ട്. ബാങ്ക് കൊടുക്കുന്നു, ഏതാ പള്ളി, പള്ളിയിൽ പോയി നമ്മൾ നിസ്കരിക്കും. ഇതല്ല ഞാൻ പറയുന്നത്. എനിക്ക് പള്ളിയുടെ പരിചരണവും പള്ളിയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനുമൊക്കെ ഞാനൊരു സമയം കാണണം. ആ സമയത്ത് ഞാനവിടെ ഉണ്ടാവും. ആ രൂപത്തിൽ പള്ളിയുമായി മസ്ജിദുമായി നമ്മളെ സംബന്ധിച്ച് നമ്മൾ നടത്തേണ്ട കുറേ കാര്യങ്ങൾ ഉണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ഭാഗം പരിചയപ്പെടുത്താം. അത് നിങ്ങൾ അമാനിമലയുടെ തഫ്സീറും മറ്റുമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സൗകര്യപൂർവ്വം നിങ്ങൾ വായിച്ച് പഠിക്കും കൂടി ചെയ്യേണ്ട ഒരു ഭാഗമാണ്. സൂറത്തു നൂറിലുള്ള 35, 36, 37 ആയത്തുകൾ. സൂറത്തു നൂറിൽ 35, 36, 37 ആയത്തുകൾ. ഈ ആയത്തുകളുടെ പ്രത്യേകത,
സൂറത്ത് നൂറിലാണ് ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആയത്തുകൾ മസ്ജിദുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ്. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തിയ സൂറത്ത് നൂറാണ്. സൂറത്ത് നൂറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സൂറത്ത് നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയം മനുഷ്യന്മാരുടെ സാമൂഹിക ജീവിതം എങ്ങനെ സുഗമമായി മുന്നോട്ട് പോകും. ഇതാണ് അതിൻ്റെ തീം, സൂറത്ത് നൂറിലെ തീം. അതിൽ തന്നെ അതൊരു ഏരിയയാണ് പ്രത്യേകം ചർച്ച ചെയ്യുന്നത്. അതായത് ലൈംഗിക വിശുദ്ധിയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും. ലൈംഗികാരോപണം നടത്തുക, വ്യഭിചാരം നടത്തിയാളതിൻ്റെ ശിക്ഷ, അതിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ മുമ്പേ തടയൽ, വ്യഭിചാരാരോപണം നടത്തൽ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളാണ് സൂറത്ത് നൂറിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. വിവാഹം നടത്തി കൊടുക്കുന്നതിനെ കുറിച്ച് ഒക്കെ. അതിൻ്റെ ഇടയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദിന് സമയം കാണാണ്. ആ സൂറത്തുകളിൽ ഈ മെയിൻ ചർച്ചൻ്റെ ഇടയ്ക്ക് തൗഹീദിനെ സംബന്ധിച്ച് അള്ളാഹു ചില ആയത്തുകൾ ഉൾപ്പെടുത്തുകയാണ്. അതുപോലെ ഈ പറയുന്ന മസ്ജിദിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്ത് ഉൾപ്പെടുത്താണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ ഒരുപാട് ബന്ധങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സാമൂഹിക ജീവിതവും മസ്ജിദും തമ്മിലുള്ള ബന്ധം, എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് തൗഹീദ് പറഞ്ഞതിൻ്റെ ബന്ധം ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ചർച്ച ചെയ്യുന്നുണ്ട്, പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തു നൂറിൽ പറയുന്നത്, അല്ലാഹു നൂറുസ്സമാവാതി വൽ അർളി, അള്ളാഹു ആകാശങ്ങൾക്കും ഭൂമിക്കും നൂറാണ്, പ്രകാശമാണ്. മഥലു നൂരിഹി, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ കമിഷ്കാത്തിൻ ഫീഹ മിസ്ബാഹുൻ, അള്ളാഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉടമ ഒരു മിഷ്കാത്ത് വിളക്ക് മാടം പോലെയാണ്. അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫി സുജാജ, ആ വിളക്ക് വെച്ചിരിക്കുന്നത് ഒരു സ്ഫടികത്തിലാണ്. അസ്സുജാജതു കഅന്നഹ കൗകബുൻ ദുർരിയുൻ, വെട്ടിത്തിളങ്ങുന്നൊരു നക്ഷത്രം പോലെയുള്ള നല്ല തിളക്കമാർന്ന ഒരു സ്ഫടികത്തിലാണ് ഈ വിളക്ക് വെച്ചിരിക്കുന്നത്. യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈത്തൂനത്തിൻ, അനുഗ്രഹീതമായ ഒലീവ് വൃക്ഷത്തിൽ നിന്നാണ് ഈ വിളക്കിനുള്ള എണ്ണ ശേഖരിക്കുന്നത്. ലാ ഷർഖിയത്തിൻ വലാ ഗർബിയ, പറ്റേ പടിഞ്ഞാട്ടോ പറ്റേ കിഴക്കോട്ടോ അല്ലാത്ത, എപ്പോഴും വെയിൽ കിട്ടി നല്ല മേന്മയുള്ള ഗുണമേന്മയുള്ള എണ്ണ ശേഖരിക്കാവുന്ന ഒരു ഒലീവ് വൃക്ഷത്തിൽ നിന്നാണ് ഈ പറയുന്ന വിളക്കിന് എണ്ണ ശേഖരിക്കുന്നത്. ആ നിലക്ക് യക്കാദു സൈത്തുഹാ യുളീഉ വലൗലം തംസസ്ഹു നാറുൻ, തീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും വെട്ടിത്തിളങ്ങാൻ മാത്രം പവറുള്ള, അത്രയും തിളക്കമാർന്നതാണ് അതിൻ്റെ എണ്ണ എന്ന് പറയുന്നത്, സെയ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെ സ്വമേധയാ അതിന് പ്രകാശമുണ്ട്, തിളക്കമുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർന്നൊരു നൂറ്. അതാണല്ലോ അള്ളാഹിൻ്റെ നൂറിൻ്റെ പ്രത്യേകത. നൂറുൻ അലാ നൂർ, അള്ളാഹുവിൻ്റെ നൂറ്, ഈ ഹിദായത്ത്, അവിടെ അള്ളാഹുവിൻ്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഹിദായത്ത്. അങ്ങനെ ഹിദായത്തിന് മേൽ ഹിദായത്ത് യഹ്ദില്ലാഹു ലി നൂരിഹി മയ്യശ, താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഈ നൂറ് കൊടുക്കും എന്നല്ല പറഞ്ഞു. അള്ളാഹിൻ്റെ നൂറിനെ കുറിച്ച് അള്ളാഹു ഉപമിച്ചു. ഞാനത് വിശദീകരിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ വിശദമായി നോക്കുക. വിശദമായി അമാനി മൗലവിയുടെ തഫ്സീർ മാത്രം അന്വേഷിച്ചാൽ നമുക്ക് കുറേ കണ്ടൻറ്റ് കിട്ടും. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി, അള്ളാഹ് ജനങ്ങൾക്ക് വേണ്ടി ഉപമകളൊക്കെ വെക്കുന്നു. വല്ലാഹു ബിക്കുല്ലി ഷൈഇൻ അലീം, അള്ളാഹു എല്ലാ കാര്യത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് പറയാണ് ഫീ ബുയൂത്തിൻ, ഈ നൂറ് എവിടെ കിട്ടുക? അള്ളാഹിൻ്റെ ഈ നൂറിനെ കുറിച്ച് പറയാണ് ഫീ ബുയൂത്തിൻ, അത് ചില വീടുകളിലാണ്. അതിനല്ലാഹു അൻ തുർഫ, അത് പണിയാൻ, അത് പണിത എടുപ്പെടുക്കാൻ അള്ളാഹു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാണ് മസ്ജിദുകൾ. വയുദ്കറ ഫീഹ സ്മുഹു, അള്ളാഹുവിൻ്റെ നാമങ്ങൾ അവിടെ സ്മരിക്കാൻ, ബാങ്ക് കൊടുക്കാൻ അള്ളാഹ് പ്രത്യേകം അനുമതി കൊടുത്ത ചില പ്രദേശങ്ങളുണ്ട്. യുസബ്ബിഹു ലഹു ഫീഹ, അവിടെ അള്ളാഹുവിന് വേണ്ടി പ്രകീർത്തനങ്ങളുണ്ടാവും. അതിവിടെ നിസ്കാരം. ബിൽ ഗുദുവ്വി, സുബഹിക്ക്, വൽ ആസാൽ, ളുഹുറിനും അസുറിനും മഗ്രിബിനും ഇശായിനും നിസ്കാരത്തിന് പ്രത്യേകം അനുമതി കൊടുത്ത ചില കെട്ടിടങ്ങളുണ്ട്, ചില വീടുകളുണ്ട്. ആ വീടുകളിലാണ് ഈ പ്രകാശമുള്ളത്, ആ വീടുകളിലാണ് ഈ പ്രകാശമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു.
മസ്ജിദിക്ക് പോകുമ്പോഴുള്ള ദിക്റിൽ പെട്ടതാണ് അല്ലാഹുമ്മ ജഅൽ ഫി ഖൽബി നൂറ വഫി ലിസാനി നൂറ വഫി സമഇ നൂറ വഫി ബസരി നൂറ വമിൻ ഫൗഖി നൂറ വഅൻ യമീനി നൂറ വഅൻ ഷിമാലി നൂറ എന്ന് തുടങ്ങുന്ന ദിക്റ് പള്ളി പോകുമ്പോൾ ചെല്ലാള. അല്ലാഹുവേ, എൻ്റെ കണ്ണിനും കാതിനും എൻ്റെ വലതിനും ഇടതിനും മുകളിലും താഴെയുമൊക്കെ നീ നൂറ് നൽകണേ എന്ന് നൂറിനെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന പള്ളിക്ക് വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നൂറ് കിട്ടുന്ന സ്ഥലം പള്ളിയാണ്. ആ പള്ളിയിൽ അള്ളാഹു ആ നൂറ് വെച്ച് തന്നിട്ടുണ്ട് എന്നാണ്. ഒരു നാടിനുള്ള പ്രകാശം, ഒരു നാടിൻ്റെ വറക്കത്ത്, ഒരു നാടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിൻ്റെ പരിഹാരം അതാ പള്ളിയായിരിക്കും. മസ്ജിദുൻ നബവി അങ്ങനെയായിരുന്നു. മസ്ജിദുൻ നബവി 5 വക്ത നിസ്കാരം കഴിഞ്ഞ് പൂട്ടിപ്പോണ ഒന്നല്ലായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചുറ്റിപ്പറ്റിയുള്ള സഹാബത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ഓരോ കുടുംബത്തിലെ പ്രശ്നത്തിനും പരിഹാരം ഓര് തേടിയത് ആ പള്ളിയിലായിരുന്നു. എല്ലാറ്റിനും ആ പള്ളി പരിഹാരമാകുക, ആ പള്ളി ഹിദായത്തിൻ്റെ കേന്ദ്രമായി വർത്തിക്കുക എന്ന് പറയുന്നതാണ് പള്ളിയുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടിട്ടുള്ളത്. എല്ലായിടത്തും നിങ്ങൾ ചരിത്രം അന്വേഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അൽ ജാമിഉൽ കബീർ എന്ന് പറയുന്ന പ്രയോഗം ധാരാളമായി അറബി കിതാബുകൾ, പ്രത്യേകിച്ച് ചരിത്ര കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വലിയ ജുമാഅത്ത് പള്ളി എന്നാണ് പറയാം. ജുമാഅത്ത് പള്ളി, അത് ജുമാഅത്ത് പള്ളിയിലെ ജുമാ നടക്കുന്ന മഹത്വം പറയാനല്ല പണ്ഡിതന്മാർ ആ പ്രയോഗം നടത്തൽ. മറിച്ച് ഓരോ നാടുകളിൽ സഞ്ചരിച്ച് ഏതെങ്കിലുമൊക്കെ നാട്ടിൽ ഉലമാക്കൾ സെറ്റിലാവും. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നാട് വിട്ട് സഞ്ചരിച്ച് ഓരോരുത്തർ ഓരോ നാട്ടിൽ സെറ്റിലാവുമ്പം ഒരു സെറ്റിലായത് അവിടുത്തെ പരിസരത്ത് ഏതെങ്കിലും പള്ളിയിലാവും. എന്നിട്ട് ഓരെ തേടി ശിഷ്യന്മാർ വരിക. ഈ പള്ളിയിലായിരുന്നു അവർ ദർസെടുത്തിരുന്നത്. ഈ പള്ളിയിലായിരുന്നു അവരെ തേടി ആളുകൾ വന്ന് അവിടെ താമസിച്ച് ആ പള്ളിയിൽ പഠിക്കുകയാണ് എന്ന് പറയുന്ന പ്രയോഗത്തിന് വേണ്ടി പ്രയോഗിച്ച ഇതാണ് അൽ മസ്ജിദുൽ അൽ ജാമിഉൽ കബീർ എന്ന് പറയുന്ന പ്രയോഗം. വലിയ ജുമാഅത്ത് പള്ളി, ആ ജുമാഅത്ത് പള്ളികളിലാവും ഇറാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് കാലം ഇറാഖിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെയുള്ള പള്ളികളിൽ ദർസ് നടന്നിരുന്നു. പിന്നെ ഷാമിലുണ്ടായിരുന്നു, മസ്ജിദ് നബവിയിലുണ്ടായിരുന്നു, മസ്ജിദുൽ ഹറാമിലായി ഉണ്ടായിരുന്നു. ഇപ്പോഴും നിലനിൽക്കുന്നു. അങ്ങനെ ഒരു നാടിന് ഈ പറഞ്ഞ ഇറാഖ്, ഷാം, മസ്ജിദ് നബവി, മസ്ജിദുൽ ഹറാം എന്നൊക്കെ പറഞ്ഞ ഏരിയയിലെ പള്ളികളുണ്ടല്ലോ, അത് ആ നാടിനല്ലേനു. ലോകത്തിനായിരുന്നു അവിടുന്ന് വെളിച്ചം പോയത്. ലോകത്തിനായിരുന്നു അവിടുന്ന് വെളിച്ചം പോയത്. ലോകത്തിനെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് എന്തുണ്ട്, ആളുകൾ അവിടെ വരുന്നു, അവിടെ ദീന് കേൾക്കുന്നു, ഉസ്താദന്മാരിൽ നിന്ന് പഠിക്കുന്നു എന്ന രൂപത്തിലായിരുന്നു ഈ ലോകത്തിന് വെളിച്ചം കിട്ടുന്ന ഒരുപാട് പള്ളി ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. ലോകത്തിന് വെളിച്ചം കിട്ടുന്ന ഒരുപാട് പള്ളി. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആദ്യം പ്ലാൻ ഇട്ടിട്ട് നമ്മളെ നാടിന് വെളിച്ചം കിട്ടുന്ന ഒരു പള്ളി, നമ്മളെ നാട്ടിലുള്ള എല്ലാ കാര്യത്തിനും നമ്മളെ ഈ പള്ളിയെ ചുറ്റിപ്പറ്റിപ്പോൾ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷമുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞത് ഇവിടെ കുറേ കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്കൊന്നും ഇന്നത്തെ പ്രായം അനുസരിച്ച് പള്ളിക്കല്ല് വാജിബില്ല. പക്ഷെ ഇവർ അടുത്ത തലമുറയാണ്. അടുത്ത തലമുറ പള്ളി കാണുമ്പോൾ ഒലപ്പം കൊണ്ടുവരണം. അവരെ ഇപ്പം കൊണ്ടുവന്നിട്ട് ഓർക്ക് പള്ളിയിൽ എന്താ കിട്ടാനുള്ളത്? ഇപ്പം എന്താ വെച്ചാൽ മറ്റേ തറാവീക്കാണെങ്കിൽ ഓരൈക്കാരം എല്ലാവർക്കും കാവ പാർന്നു കൊടുക്കുന്നത്, പിന്നെ ഈച്ചപ്പയം വിതരണം ചെയ്യണത്, കുപ്പിവെള്ളം അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവച്ച് കൊടുക്കുന്നത്, ഒക്കെ ഓരൈക്കാരം. ഓർക്ക് അതിനപ്പുറത്ത് ഈ പള്ളിയിൽ നിന്ന് കുറച്ച് ഹിദായത്ത് കിട്ടണം. അതിന് പറ്റിയ പദ്ധതികൾ നിങ്ങൾ ആവിഷ്കരിക്കണം. പള്ളിക്കൽ സ്ഥിരമായി ഹൽക്ക നടക്കേണ്ടി വരും. ഖുർആനോത്തിൻ്റെ ഹൽക്ക, ഹെഫ്ളിൻ്റെ ഹൽക്ക, അതുപോലെ പിന്നെ ക്ലാസ്സുകൾ ഒക്കെ നടത്തിയ പോരാ. അതിന് സംഘാടകരും അതല്ല, അതാർക്കാണ് നടത്തണമെന്ന് വെച്ചാൽ ഇന്നാട്ടിലുള്ള ആളുകൾക്കാണ്. അതിന് പ്രായഭേദമന്യേ എല്ലാ മനുഷ്യന്മാരും ഇവിടെ എത്തേണ്ടി വരും. അതിന് പറ്റിയൊരു സമയം നിങ്ങൾ കണ്ടാൽ മതി. എല്ലാ സമയവും കണ്ടിട്ട് പിന്നെ
എല്ലാ മനുഷ്യന്മാരും, അതിൽ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ഓരുടെ പ്രായത്തിനനുസരിച്ച് അവർക്ക് ക്ലാസ്സുകൾ വെക്കാൻ പറ്റും. അതിനൊന്നും നിങ്ങൾ വേറെ സ്ഥലം അന്വേഷിക്കണ്ട. ഇപ്പം ചിലർക്ക് അങ്ങനെ ഉണ്ട്, പള്ളിയിൽ എല്ലാ ചൊറുക്കുള്ള കാർപ്പറ്റും അത്യാവശ്യം പൈസക്കാണല്ലോ ഇപ്പോൾ ഈ കാർപ്പറ്റൊക്കെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ മണം ഇങ്ങനെ പോവാതെ വെക്കാൻ ഇതിങ്ങനെ പൂട്ടിയിടും. എന്നിട്ട് ഇതിന് വേറെ സ്ഥലം അന്വേഷിക്കും. ഒരാവശ്യമില്ല. അങ്ങനെ പിന്നെ ഈ ഒരു ചർച്ചനെ പണ്ട് ഈ സൗകര്യങ്ങൾ അസൗകര്യമാകുമ്പോൾ നമ്മൾ സൗകര്യത്തിന് ആ മുറ്റത്ത് കട്ട പതിക്കണം, അതോടുകൂടി തുപ്പാൻ സ്ഥലമില്ലാതായി. സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാർപ്പറ്റ് ഇടുന്നത്, അതോടുകൂടി ഇവിടെ ഒന്ന് കെടുക്കാൻ പറ്റില്ല ആണല്ലോ. സൗകര്യത്തിന് വേണ്ടിയാണ് ഫാൻ ഇട്ടത്, അതോടുകൂടി ഫാൻ ഓഫാക്കൽ തുടങ്ങി. മറ്റൊരു കുഴപ്പമില്ല, ഇനി അടച്ചുറപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓപ്പൺ ഏരിയ, ഇത്ര മതിലും വേണ്ട, നല്ല ഒഴിഞ്ഞ പിന്നെ വെന്റിലേഷന് പറ്റിയതുണ്ടെന്നുണ്ടെങ്കിൽ ഫാനും വേണ്ട, ഒരു അടുപ്പും വേണ്ട, നിങ്ങളാരും ഓഫാക്കും വേണ്ട എന്നുള്ളിടത്ത് എത്തിയാൽ മതി. സൗകര്യത്തിന് ഫാനൊക്കെ വെച്ച് പൈസ പിരിച്ച് ഫാൻ വെക്കണം, പിന്നെ അതും ഓഫാക്കി പോകും. ചില മനുഷ്യന്മാർ പീസ് ഊരിപ്പോവും. 5 വക്തിന് മാത്രം 3-4 പണി ഉണ്ടാവും. ബാങ്ക് കൊടുക്കൽ, പീസ് ഇടൽ, ഇങ്ങനെ ഉള്ള പള്ളികളുണ്ട്. 5 വക്തിൻ്റെ ഖാസായ പണി. ഏത് സമയം നിങ്ങളാലോചിച്ച് നോക്കി, ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും തിരക്കൂടി, ഒരു പരിയിലടി ഉണ്ടായി. അലി റളിയല്ലാഹു അൻഹു പിണങ്ങിപ്പോയി കിടക്കാണ്ടായ സ്ഥലം പള്ളിയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചൂടായി പിണങ്ങി പള്ളിയിൽ കയറുമ്പോൾ പള്ളി ഊട്ടിയിട്ട് കണ്ടാൽ ഇനിയിപ്പോൾ എവിടെ പോയി കിടക്കുക? അതിന് പള്ളി തുറന്നു കൊടുക്കണം, പള്ളി ലൈവാവണം. നമ്മളടുത്തുനിന്ന് ഇന്നത്തെ കാലത്ത് പഴയ മാതിരി പള്ളി നടത്താൻ പറ്റുന്ന കോലത്തിലല്ല, ചെറിയ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് കളക്ട് ചെയ്യണതിനൊന്നും തടസ്സമൊന്നുമില്ല. നമ്മളുടെയൊക്കെ ജീവിത ചെലവുകളിലും വീട്ടു ചെലവുകളിലും നമ്മൾ ചെലവഴിക്കുന്നതിൽ നിന്നൊരു ഭാഗം മുറുക്കി പിടിച്ചാൽ പള്ളി നടത്തണതിന് നമ്മൾ റമദാനിൽ വേറെ നാട്ടിലേക്ക് പിരിച്ചാൻ പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അതിൻ്റെ സാമ്പത്തിക ഭാഗങ്ങൾ നമ്മൾ കളക്ട് ചെയ്യും. ആദ്യം നിങ്ങളൊരു ഇതുണ്ടാക്കിയാൽ മതി, നമുക്ക് എത്ര ചിലവ് വേണം, പിശുക്കി ഉണ്ടാക്കണ്ട. ഇവിടെ എന്തൊക്കെ ആവശ്യമുണ്ട് നോക്കാം. ഇവിടെ കുട്ടികളുണ്ട്, അപ്പോൾ ഓരെ സംബന്ധിച്ച് ഓരെ പഠിപ്പിക്കാൻ ഉസ്താദ് വേണം. അതിന് പള്ളിയിൽ നമ്മൾ നിശ്ചയിച്ചൊരു സമയമുണ്ട്. ഇവിടെ മുതിർന്നവരുണ്ട്, ഇവിടെ സ്ത്രീകളുണ്ട്, ഇവിടെ വിവിധ പ്രായക്കാരുണ്ട്. അതിന് ഒക്കെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ചെയ്തു കൊടുക്കേണ്ട സൗകര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഉസ്താദന്മാരെ കൊടുക്കേണ്ടി വരും, അപ്പോൾ ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് ശമ്പളം നമ്മൾ വിലയിരുത്തുന്നത് ഇത്രയൊക്കെയാണ്. അത് എൻ്റെ അടുക്ക് നേതൃത്വം മാത്രം പള്ളി കമ്മിറ്റി. ഇത് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ഇടപെട്ട് ഇതിമേലൊരു തീർപ്പാക്കണം. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ക്ലാസ്സൊന്നും നടത്തലില്ല, അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ കുട്ടികൾക്കുള്ള ആ ഒരു ഹിഫ്ള് സംവിധാനം മാറ്റിവെക്കാൻ പോവാണ്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്ന വർത്താനം ഉണ്ടാവില്ല. പൈസ ഇല്ലാത്തതിൻ്റെ പേരിലാണെങ്കിൽ നമ്മളൊന്നും പെരുന്നാൾക്ക് ഡ്രസ്സ് കൊടുക്കില്ല. അത് പിശിക്കിയാലും ഇസ്കി പിടിച്ചാലും നമ്മളടുത്തൊക്കെ ഉണ്ടാവും. എല്ലാവരും അവനാനെക്കൊണ്ട് കഴിയുന്ന ഒരു ഓഹരി പള്ളിക്ക് ചുറ്റും നൽകുന്നതിൽ സ്വമേധയാ ഒരു താല്പര്യം പ്രകടിപ്പിച്ചാൽ കമ്മിറ്റിക്കൊരു ബാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞാണ് ഫീ ബുയൂത്തിൻ, അല്ല പെർമിഷൻ കൊടുത്ത ചില ഭവനങ്ങളിൽ അള്ളാഹിൻ്റെ നാമങ്ങൾ സ്മരിക്കപ്പെടാനുള്ള രൂപത്തിൽ അല്ല വെച്ച ഈ പള്ളികളിൽ നൂറുണ്ട്. എന്നിട്ട് അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞാരോ, റിജാലുൻ, ചില വ്യക്തികൾ ലാ തുൽഹീഹിം, ഓരെ ശ്രദ്ധ തെറ്റിക്കുന്നതല്ല, അവരെ അശ്രദ്ധരാക്കുന്നതല്ല, തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ്സലാ, കച്ചവടം വ്യവഹാരങ്ങൾ അള്ളാനെ ഓർക്കുന്നതിൽ നിന്നോ നിസ്കാരം നിലനിർത്തുന്നതിൽ നിന്നോ വ ഈതാഇ സക്കാത്ത് കൊടുക്കുന്നതിൽ നിന്നോ ഒന്നും തടസ്സം ഉണ്ടാക്കാത്ത ചില മനുഷ്യന്മാരുണ്ട്. അവരാണ് ഈ പള്ളിയുടെ നടത്തിപ്പുകാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ഒരു പ്രത്യേകത എന്താണ്? ഓർക്ക് കച്ചവടം ഒരു തടസ്സമല്ല. പള്ളിയിൽ ബന്ധപ്പെടുന്നതിൽ നിന്ന് ഓർക്ക് കച്ചവടം തടസ്സമല്ല. ഒരു കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞ് പള്ളിക്ക് വരാണ്ടിരിക്കൂല, വ്യവഹാരത്തിൻ്റെ പേര് പറഞ്ഞ് പള്ളിക്ക് വരാണ്ടിരിക്കൂല. അവർ ഈ പറഞ്ഞതൊന്നും അവരെ തടസ്സാക്കൂല. ഇതിന് 2 വ്യാഖ്യാനമുണ്ടെന്ന് സൂഫിയാളൊരു വ്യാഖ്യാനമുണ്ട്. അത് പറഞ്ഞുകൊണ്ടാണ് ഒരു പള്ളിക്ക് ഇരുന്ന് കച്ചവടം നിർത്തിയത്. കച്ചവടത്തിന് പോവില്ല, വരുമാനത്തിന് പോവില്ല, നയിക്കാൻ പോവില്ല, പിന്നെ
ഇതിൽ നിന്നും ശ്രദ്ധ തെറ്റിക്കരുത് എന്നാണല്ലോ. അപ്പം ഞാൻ ഏതേ മൂലക്കൽ വലിയ ദാക്കിറായിരുന്നിട്ട് ഒരു ദസ്ബീൻ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണ ഒരു തെറ്റായ വ്യാഖ്യാനം ഈ ആയത്തിന് കൊടുത്ത സൂഫിയാളുണ്ട്. അല്ല ഇവിടുത്തെ ഉദ്ദേശം. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞ് ഈ ആയത്തിറങ്ങിയത് തന്നെ കച്ചവടക്കാരെ വിഷയത്തിലാണ്. ഈ ആയത്തിറങ്ങിയത് തന്നെ വ്യവഹാരക്കാരെന്ന് പറഞ്ഞാൽ വണ്ടിക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാവും, ബിസിനസ്സുകാരുണ്ടാവും, എല്ലാ വകുപ്പ് ടീമും ഉണ്ടാവും, ഇടപാടിയിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോ വിഷയത്തിൽ എന്ന് പറഞ്ഞത് അത് നിലനിൽക്കുന്നതോടൊപ്പം സമയമുണ്ടായ ഒരു പള്ളി കാണാം, അതുവരെ ഒരു കച്ചവടം നടത്തും. അല്ല കച്ചവടം നടത്താതെ പള്ളിക്ക് ഫുൾ ടൈം ഇരിക്കാനല്ലേ പറഞ്ഞത്. ആ സമയം ഉണ്ടായാൽ ഓരോ പള്ളി കാണാം. ഓരോരുടേതായ എല്ലാ പറയുന്ന ഇടപാടിലും ഓരുണ്ടാവും, എല്ലാറ്റിലും അവരുണ്ടാവും. പക്ഷേ സമയമായി കഴിഞ്ഞാൽ ഒരു പള്ളിയിലുണ്ടാവും. അങ്ങനെയുള്ള മനുഷ്യന്മാരെ അതിനെക്കുറിച്ച് അള്ളാഹ് പറയാണ്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാനെ ഓർക്കുന്നതില്ലെന്ന് ഇവർക്ക് ഈ കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഓരോ പള്ളി കാണാണ്ടിരിക്കൂല. ആ കച്ചവടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അവർ അള്ളാഹുവിനെ ദിക്റാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കൂല. അതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കച്ചവടക്കാരെ വിഷയത്തിൽ ഇറങ്ങിയ ആയത്താണെന്നാണ് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാൻ പറയാൻ പോണത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ചരിത്രത്തിൽ നമുക്ക് കാണാം, പിന്നെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല, പിന്നെ സൗദി രാജ്യം നമ്മൾ കാണുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി സേവനം ചെയ്യുന്ന സൗദി രാജ്യം. ആ സൗദി രാജ്യം നിർമ്മിക്കുന്നതിന് ചുക്കാൻ പിടിച്ച മനുഷ്യനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചാൽ, ഉയൈന, സ്വന്തം നാട് ഉയൈനയെന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നു. ദഅവത്ത് നടത്തി അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം കാരണം അവിടുന്ന് നാട് വിടേണ്ടി വന്നിട്ട് ദറഇയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് വന്നു. ദറഇയ എന്ന് പറഞ്ഞൊക്കെ ഓരോരോ നാട്ടുരാജ്യമാണ്. ആ ദറഇയ എന്ന് പറഞ്ഞ നാട്ടുരാജ്യം, ഉയൈന എന്ന് പറഞ്ഞ നാട്ടുരാജ്യം. അപ്പോൾ ഇവിടുന്ന് ദറഇയ എന്ന് പറഞ്ഞ ഒരു നാട്ടുരാജ്യത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചു. അടുത്തടുത്ത് തന്നെയാണ്. നമ്മളിപ്പം പറമ്പിൽ പീടിക പഠിക്കൽ എന്ന് പറഞ്ഞ മാതിരി വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് അടുത്തടുത്തുള്ള പ്രദേശങ്ങൾ. ഈ ദറഇയ എന്ന് പറഞ്ഞ പ്രദേശത്ത് വന്നപ്പോൾ എന്താ വെച്ചാൽ 70 കുടുംബങ്ങളുള്ള ഒരു ചെറിയ നാട്ടുരാജ്യം, ചെറിയ സ്ഥലം. നമ്മളിപ്പോൾ ഒരു പഞ്ചായത്ത് എന്നും പറയാൻ പറ്റിക്കോളുന്നത് 70 കുടുംബം, ആകെ 70 കുടുംബം. ഓർക്കൊരു ചെറിയ അമീറും ഉണ്ടായിരുന്നു. ആ അമീറിൻ്റെ പേരാണ് മുഹമ്മദ് ബിൻ സൗദ്. അങ്ങനെ ഒരു ചെറിയ കുടുംബം. അവിടേക്കാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അഭയാർത്ഥിയായിട്ട് വരുന്നത്, സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാണ്ട്. മുഹമ്മദ് ബിൻ സൗദ് എന്ന് പറഞ്ഞ അന്നത്തെ അവിടുത്തെ അമീറിൻ്റെ പെണ്ണുങ്ങൾ ലോകം തിരിയുന്ന, ലോകത്തെ നിരീക്ഷിക്കുന്നതിൽ നല്ല ബുദ്ധികൂർമ്മതയുള്ളൊരു പെണ്ണേനും, വേറൊരു അമീറിൻ്റെ മകളായിരുന്നു. അപ്പം ഇങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നമ്മളെ നാട്ടിലെത്തിക്കണമെന്ന് മക്കൾ വഴി വരെ അറിഞ്ഞപ്പം അമീറിനോട് പറഞ്ഞു, നിങ്ങൾ മൂപ്പരെ പോയിട്ട് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കണം. മൂപ്പരെ അഭ്യർത്ഥിയായിട്ട് വന്നതാണ്, പക്ഷെ നിങ്ങളൊന്ന് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ച് മൂപ്പരെ ഒന്ന് പരിഗണിക്കണം എന്നാണ്. അങ്ങനെ മക്കളൊക്കെ കൂട്ടി മുഹമ്മദ് ബിൻ സൗദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ല അതിർത്തി പ്രദേശത്ത് ഏതോ ഒരു വീട്ടിലായിരുന്നു, തൻ്റെ ഒരു ശിഷ്യൻ്റെ വീട്ടിൽ. അവിടെ ചെന്ന് കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ പ്രധാന കേന്ദ്രത്തിലേക്ക്, ഈ ദറഇയ എന്ന് പറയുന്ന ഈ കൊച്ചു സ്ഥലത്തിനും ഒരു കേന്ദ്രമുണ്ട്, ഒരു ക്യാപിറ്റൽ, അവിടേക്ക് വരാൻ പറഞ്ഞു. അവിടെ വന്നു. നിങ്ങൾ നമ്മളെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പം നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് നിൽക്കണത്? നമ്മളെ നാട്ടുകാരെ പഠിപ്പിക്കാൻ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞു, എനിക്കൊരു വ്യവസ്ഥയുണ്ട്, എനിക്ക് താമസിക്കാനൊരു സ്ഥലവും അതിൻ്റെ പരിസരത്ത് നാട്ടിലെല്ലാവരും കൊള്ളണ ഒരു പള്ളി കൊടുക്കണം. നാട്ടിലെല്ലാവരും കൊള്ളണ ഒരു പള്ളി. സുബഹിക്കും അസറിനും ഞാൻ അവിടെ ക്ലാസ് എടുക്കും. എല്ലാവരും അവിടെ എത്തണം, നാട്ടിലെല്ലാവരും അവിടെ ക്ലാസ്സിനെത്തണം. സുബഹിക്കും അസറിനും ഞാൻ ക്ലാസ് എടുക്കും. അങ്ങനെ രാത്രി സമയത്തേക്ക് ജോലികളൊക്കെ ആയാലോ പലരെ സംബന്ധിച്ചു. കാരണം സുബീൻ്റെ ശേഷവും അസറിൻ്റെ ശേഷവും ഔദ്യോഗിക ക്ലാസ്സിന് പുറമെ ഷെയ്ഖിൻ്റെ അടുത്ത് ഇരുന്ന് പഠിക്കാനൊക്കെ പല ശിഷ്യന്മാരും താല്പര്യം കാണിച്ച് അതേ പള്ളിക്കൽ നിന്നാണ് പഠിപ്പിക്കൽ തുടങ്ങി. പല കുട്ടികളും കൂടൽ തുടങ്ങി. ഇത് കേട്ടിട്ട് അന്യ നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരൽ തുടങ്ങി. അങ്ങനെ എഡ്യൂക്കേഷണൽ ടൂറിസം അവിടെ വളർന്നു എന്നർത്ഥം. ദറഇയൻ്റെ സാമ്പത്തിക ഭാഗം വളരാനൊക്കെ തുടങ്ങി. പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വിദ്യാഭ്യാസത്തിന് ചെക്കന്മാരൊക്കെ വന്നാൽ എന്തെയ്ക്കാറുണ്ടാവില്ല, ഇവിടെ എഡ്യൂക്കേഷണൽ ടൂറിസം വളരും.
അത് ദർഇയ പുറത്തൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. ഇങ്ങനെ ദർഇയ പതുക്കെ വളർന്ന് അതാണ് പിന്നീട് ഒരു മംലക്കത്തുൽ അറബിയത്തു സൗദിയായിട്ട് മാറുന്നത്. അതിൻ്റെ ചരിത്രം അങ്ങനെയാണ്. തുടങ്ങിയത് പള്ളിക്കന്ന. നമ്മളിത് പറയാൻ പോണത് ഇവിടെ ഇന്ത്യ രാജ്യം മറിച്ചിടാനൊന്നുമല്ല. അത് അവിടുത്തെ സാഹചര്യം, അവിടെ സ്വതന്ത്ര രൂപം നാട്ടുരാജ്യം. ഇതിപ്പോൾ അതല്ല ഞാൻ പറയണത്. നമ്മളെ നാട്ടുകാർക്ക് അത്യാവശ്യം വേണ്ട എന്നല്ല, അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ ലഭിക്കാവുന്നതൊക്കെ ലഭിക്കാൻ നമുക്ക് ആലോചിക്കാവുന്ന രംഗമാണ് പള്ളി എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് മാത്രമായിക്കൂടെ. അതിൻ്റെ തുടക്കം ഞാൻ പറഞ്ഞത് ആദ്യം ജമാഅത്തിനെത്തണം, നിസ്കാരം ഇവിടെ കറക്റ്റ് നിലനിൽക്കണം. അതിൽ എൻ്റെ സാന്നിധ്യം എപ്പോഴാണോ എനിക്ക് പറ്റുക ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ എവിടെ പോയാലും എൻ്റെ നാട്ടിലെത്തേണ്ട സമയത്ത് ഞാൻ എൻ്റെ നാട്ടിലുണ്ടാവും. എൻ്റെ നാട്ടിലുണ്ടായാൽ ഞാൻ എൻ്റെ പള്ളിക്കലുണ്ടാവും. നാട്ടിലുണ്ടോ ഞാൻ പള്ളിക്കലുണ്ടാവും. അങ്ങനെ ഒരു കണക്ക്. അവൻ നാട്ടിലുണ്ടെങ്കിൽ പള്ളിക്കണോ, ഇവിടെ ഇല്ലാതെ തോന്നുന്നുണ്ട്. കാരണം അവനെ പള്ളി കാണലില്ല. അപ്പോൾ നാട്ടിലുണ്ടെങ്കിലോ അവൻ പള്ളിയിലുണ്ടാവും. അയിമന്ന് ഏച്ചു കൂട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനേ ഇല്ലാത്തുള്ളൂ, എൻ്റെ മക്കളും പെണ്ണുങ്ങളൊക്കെ പള്ളിക്കലുണ്ട്. അതെന്തിനാണ് പള്ളിക്കൽ വരണത്? ജമാഅത്തിന് വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ പഠന സംരംഭങ്ങളുണ്ടാവാം. അതിന് നിങ്ങൾ കാർപ്പറ്റിൻ്റെ ചൊറുക്കും മണം നോക്കിയിരിക്കരുത് എന്നാണ് ഞാൻ പറയണത്. അതിന് എല്ലാവിധ സൗകര്യങ്ങളും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുക്കുന്നത്. ഇതിനെ നിരാകരിക്കാനല്ല. ഒരുപാട് ആളുകൾ പെരുമാറിയാൽ ഉറപ്പാണ് ഈ കാർപ്പറ്റിൻ്റെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്ര ആളുകൾ മാത്രമേ ജമാഅത്തിന് പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റൂല. അതൊരു കാര്യം. പിന്നെ നാട്ടിലെ പള്ളിയിൽ അവിടെ ദർസ എടുക്കുന്നുണ്ട്. അവിടെ കുട്ടികൾ താമസിച്ച് പഠിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളെപ്പോഴും പെരുമാറുന്നോട് കാർപ്പറ്റിൻ്റെ സോഫ്റ്റ്നെസ്സൊക്കെ വേഗം പേയ്ക്കണം. അപ്പോൾ അതേ സമയത്ത് തന്നെ വേറെ ഒരു പള്ളിക്കലും കാർപ്പറ്റ് ഇട്ടീനും അവിടുത്തെ സോഫ്റ്റ്നെസ് ഇപ്പോഴും നിലക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ പരാതി പറഞ്ഞു, നമ്മളെ കാർപ്പറ്റൊക്കെ വേഗം പോയി, അവിടുത്തെ കാർപ്പറ്റ് ഇപ്പോഴും നിലക്കുണ്ട് എന്ന്. ആ പരാതി പോലെ ഇരിക്കും അത്. ആ നിലക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് പെരുമാറ്റം അവിടെ ഉള്ളൂ. അതുകൊണ്ട് എന്താ കാര്യം? അതാ ഞാൻ പറഞ്ഞത്, സൗകര്യങ്ങൾ അസൗകര്യങ്ങളായി മാറുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് അള്ളാഹു തന്ന വലിയ ഞാമത്തങ്ങൾ ആലോചിച്ച് ഈ പള്ളി നമ്മളെ പെരൻ്റെ പെരക്കുണ്ടാവില്ല ഈ പൈസ, ഈ പള്ളി ഉണ്ടാക്കാൻ ആയ പൈസ. ഇപ്പോഴത്തെ ഇവിടെ പള്ളി 1 കോടി കുറഞ്ഞിട്ട് പള്ളിയില്ല, 2 കോടി അറിയണ്ടേ, കുറഞ്ഞിട്ട് പള്ളിയില്ലല്ലോ. എല്ലാ നൂലാമാലും കൂടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിൻ്റെ വൃത്തിയും വെടുപ്പൊക്കെ ആയി വരുമ്പോഴത്തിന് 1 കോടിയും 2 കോടിയൊക്കെ ആവണടുത്ത് നമ്മളെങ്ങനെ ഏച്ചുകൂട്ടിയാലും ഇതിപ്പോൾ എങ്ങനെ ആയിന്ന് ഒരു നിലക്കും പിടുത്തുണ്ടാവില്ല. എങ്ങനെ ഇപ്പോൾ ഈ പൈസ ആയത്? ഒരു മനുഷ്യനെ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ ആരും ഏറ്റെടുക്കില്ല, എന്നിട്ടും പള്ളിയായി എന്നറിയും. എങ്ങനെ ആയെന്ന് വെച്ചാൽ ആണ്ട് ഇറങ്ങിയപ്പോൾ പിരിഞ്ഞിട്ടി അങ്ങനെ പള്ളിയായി എന്നറിയും. അതിപ്പോൾ ഒരാളാണ്ട് ഏറ്റു അറിയും. അങ്ങനെയൊക്കെ അള്ളാഹു നിഅമത്ത് എന്നിട്ട് ഇനി ഇത് പൂട്ടിയിടുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അക്രമം അത്. ഈ അറേബ്യൻ മുശ്രിക്കീങ്ങൾ പള്ളി പൂട്ടിയിട്ട് ആരെ തൊട്ട്? മുസ്ലിങ്ങളെ തൊട്ട്. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞു, ഒമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദ് അല്ലാഹി അൻ യുദ്കറ ഫീഹി ഇസ്മുഹു. അള്ളാഹിൻ്റെ നാമം പറയാൻ വേണ്ടിയിട്ടുള്ള മസ്ജിദിൽ നിന്ന് ആളുകളെ തടഞ്ഞോനേക്കാളും വലിയ അക്രമി ആരുണ്ട് എന്ന് ഓരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആയത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ലേശം ഓരം പറ്റും പള്ളിയിലെ ഖൈറിനെ തൊട്ട് സൗകര്യം പറഞ്ഞിട്ട് പൂട്ടിയിട്ട്, അതിൻ്റെ ലേശം ഒരു ഓരം പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, പള്ളി എന്ന് പറയുന്നത് നമ്മുടെ നാടിനുള്ള നൂറാവണം, നമ്മുടെ നാടിനുള്ള വെളിച്ചമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ, സഹാബത്തിൻ്റെ ചരിത്രത്തിൽ അഹ്ലുസുഫ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അഹ്ലുസുഫ എന്ന് പറയുന്നത് വീടും പറമ്പും സ്ഥലവും കുടുംബമൊന്നുമില്ലാത്ത ആൾക്കാർ. അതിങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ വന്നിരുന്നു എന്നാണ്. മദീന ജീവിതത്തിൻ്റെ ഏകദേശം അവസാനം വരേക്കും അഹ്ലുസുഫ എന്ന് പറഞ്ഞ വിഭാഗം മദീന പള്ളിക്കലുണ്ടായിരുന്നു. ആരാ അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ? ഓർക്ക് ഒരു കച്ചവടം പെട്ടെന്ന് സെറ്റാവണില്ല, വരുമാനം പെട്ടെന്ന് സെറ്റാവണില്ല, ഒരു കുടുംബമില്ല, അല്ലെങ്കിൽ താമസിക്കാനൊരു വീടില്ല. അങ്ങനെയൊക്കെ വരണ മനുഷ്യന്മാർ ഒരു താമസിച്ചിന് പള്ളിക്കലാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? ഒരു താമസിച്ചിരുന്നത് പള്ളിക്കലായിരുന്നു. അത് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ഓരോ കല്യാണം ശരിയായി, ഓർക്കൊരു വീടിനൊക്കെ ആരൊക്കെ സംഭാവനയൊക്കെ കൊടുത്ത് റെഡിയായി കഴിഞ്ഞാൽ ഓരവിടുന്ന് പോകും. അഹ്ലുസുഫ നിശ്ചയിക്കപ്പെട്ടൊരു ടീമല്ലേ ഇനി, അത് അനുവദിക്കപ്പെട്ടൊരു സ്പേസ് ആയിരുന്നു അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ. പള്ളിക്കൽ അനുവദിക്കപ്പെട്ടൊരു സ്പേസ്. ആ സ്പേസിൽ വീടും നാടും കുടുംബമൊന്നും ഇല്ലാത്തവർ താമസിച്ചിരുന്നു. അഹ്ലുസുഫക്ക് വേണ്ടിയിട്ട് പള്ളിയിൽ ഭക്ഷണം
പിന്നെ വസിയത്ത് ചെയ്തിരുന്നു. അവിടെ ഒരു ബാഗ് ഉണ്ടായിരുന്നു. ആ ബാഗിൽ കാരക്ക കൊണ്ടുപോയിടും. അങ്ങനെയാണ് അഹ്ലുസുഫക്കാർ ഭക്ഷണം കണ്ടെത്തിയിരുന്നത്. അവർക്ക് അധ്വാനിക്കാനും ഒക്കെ സബബ് മുറിഞ്ഞിരിക്കണ ടീമാണ്. അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ അങ്ങാടിക്ക് ഇറങ്ങിയതുകൊണ്ട് ഒരാൾ പണിക്ക് വിളിച്ചോളണമെന്നോ വരുമാനം കിട്ടിക്കോളണമെന്നൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യന്മാർക്കും വേണ്ടിയിട്ട് പെരക്കാർ കണ്ടറിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നവരോ ഈ സഞ്ചിയിൽ കാരക്ക കൊണ്ടുപോയിടും, ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയിടും. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ അഹ്ലുസുഫക്ക് ഓരിച്ചു കൊടുത്തിരുന്നത്. സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മ, പിന്നെ രോഗാശയ്യയിൽ കിടന്നത് പള്ളിക്കല, അധികം ആൾക്കാർക്കും വന്ന് കാണാൻ വേണ്ടിയിട്ട് രോഗമായി കിടന്നത് പള്ളിക്കല. ഇതൊക്കെ നമ്മളെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് വീട്ടിലും സൗകര്യമുണ്ട്, അതിനൊന്നും തടസ്സമില്ല. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ രോഗിയായി കിടക്കണമെന്നില്ല. പക്ഷേ നമുക്ക് പള്ളി കൊണ്ട് നടക്കാൻ പറ്റുന്ന കുറേ സംഗതികളുണ്ട്. അതിന്മേൽ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ കൊല്ലങ്ങളോളം പള്ളി ഇങ്ങനെ ഡെഡായി കിടക്കണ ഒരു രൂപം 5 വക്ത് നിസ്കാരം കഴിഞ്ഞ് പൂട്ടിടുക എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ, പള്ളിയുടെ ചരിത്രത്തിലില്ല. അത് 24 അവർ സജീവമായി നിൽക്കണം. 24 അവർ ആ പള്ളിക്ക് സജീവത ഉണ്ടാവണം. പിന്നെ മസ്ലഹത്തിന് വേണ്ടി നമ്മൾ പൂട്ടിയിടും. മസ്ലഹത്തിന് വേണ്ടി പൂട്ടിയിട്ടുണ്ട് പള്ളി പരിപാലനത്തിന് ആളില്ലാതെ വരുമ്പോഴാണ്. അതിന് പൈസ ഉണ്ട്, നിനക്ക് പരിപാലനത്തിന് ഒരാളെ വെക്കണം, എന്നാൽ പൂട്ടിയിടേണ്ട ആവശ്യമില്ല. പൂട്ടിടേണ്ടി വരണം എന്താ വെച്ചാൽ ആൾക്കാളെ അനധികൃതമായി ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൂട്ടിടന്നെ. കാരണം നിസ്കരിക്കാൻ വരുന്ന സമയത്ത് നിസ്കരിക്കാൻ വരുന്നവർക്ക് സൗകര്യമില്ല. കണ്ട ഓട്ടോക്കാരും വഴിയാത്രക്കാരൊക്കെ ഇവിടെ വന്ന് പെരുമാറി ആകെ നാറ്റിച്ച് വിട്ടിട്ട് അതിൻ്റെ പേരിലൊക്കെ ആളുകൾ പള്ളി പൂട്ടിയിടലുണ്ട്. അതിന് ദോഷം പറയാൻ പറ്റൂല. പക്ഷേ അതിന് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരാൾ നോക്കാനും ഏൽപ്പിക്കുക എന്നുള്ളതാണ്. പള്ളി പരിപാലനത്തിന് സ്ഥിരമായി ഡ്യൂട്ടിയുള്ള ശമ്പളത്തിന് നിർത്തപ്പെട്ട ഒരാളുണ്ട് എങ്കിൽ അതൊരു പരിഹാരമാണ്. അപ്പോൾ പരമാവധി പിന്നെ ഈ റുക്കൂ ചെയ്യണോൽക്കും സുജൂദ് ചെയ്യണോൽക്കും പിന്നെ ത്വഹിറ ബൈത്തിയ ലിത്താഇഫീന വൽ ആക്കിഫീന വറുക്കഇ സുജൂദ് എന്ന് മസ്ജിദുൽ ഹറമിൻ്റെ കഅബൻ്റെ വിഷയത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനോടും അള്ളാഹ് കൽപ്പിച്ചു. റുക്കൂ ചെയ്യണോൽക്കും ഇബാദത്ത് ചെയ്യാൻ വരുന്നോൽക്കും ഇഅ്തികാഫിരിക്കാൻ വരുന്നോൽക്കൊക്കെ നിങ്ങൾ പള്ളി ശുദ്ധമാക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ അതിന് നമ്മളെക്കൊണ്ട് പറ്റുന്ന ഒരു ഭാഗം ഉണ്ടാവുമല്ലോ. എല്ലാ പള്ളിക്കൊന്നും ഇപ്പോൾ ഇത് കയ്യോന്നാണ് ആലോചിക്കണം. കയ്യൂലാന്ന് ആദ്യം പറയാൻ സുഖം, നടക്കൂലെന്ന് പറയാൻ എളുപ്പമാണ്. നടക്കുമെന്ന് ആലോചിച്ച് എല്ലാവരും നിലക്കും പഠനം നടത്തിയിട്ടും നമ്മളെ ഇവിടെ ഇപ്പോൾ ഒരു പണിക്കാരനെ വെക്കാനുള്ള ആവതും നമുക്കില്ല. ഒന്നുകൊണ്ട് നമുക്ക് കഴിയൂല. നമ്മൾ പരമദരിദ്രനാണ്, ഓട്ടമുള്ള ചെരുപ്പേറ്റ് നടക്കണോലും കീറിയ പാൻറ് ഇട്ട് നടക്കണോലും ഒക്കെയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നടക്കൂല അറിഞ്ഞോളി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പരിപാലനത്തിന് ഒരാളെ വെക്കാം. എന്നാൽ പിന്നെ കക്കൂസ് പൂട്ടിടേണ്ട ആവശ്യമോ അതല്ലെങ്കിൽ ഈ പ്ലഗ് ഊരി പോകേണ്ട ആവശ്യമോ, ആൾക്കാർ വന്നോട്ടെ ഫാൻ ഇട്ടോട്ടെ നിസ്കരിച്ചോട്ടെ, ഓൻ പോയി ഓൻ അറവാ ഫാൻ ഓഫാക്കാൻ മറന്നാലും അപ്പുറത്ത് ഇങ്ങനെ കാത്തുക്കുണ്ട്. പിന്നെ ഈ പള്ളി പരിപാലനത്തിന് ആരാണോ നിശ്ചയിച്ചവർ കാത്തുക്കുണ്ട്. അയാൾ വന്നു ഫാൻ ഓഫാക്കും, നമ്മളെ ഇതി ഒട്ടിക്കും. ഉപയോഗം കഴിഞ്ഞാൽ ഫാൻ ഓഫ് ചെയ്യുക. അപ്പം എത്രയായിട്ട് ആൾക്കാർ ഓഫ് ചെയ്യണില്ല. അതിനാണ് ഇയാളുണ്ടാവല്. ഇയാളവിടെ വരും, ഓഫ് ചെയ്യും. അതിന് ഒരു ഉത്തരവാദിത്തക്കാരൻ. എന്നിട്ട് ആ പള്ളിയിൽ സുബഹി മുതൽ ഇവിടെ സജീവമായ പഠനങ്ങൾ നടക്കണം. അതിൻ്റെ അടുത്ത് ജമാഅത്ത് നമസ്കാരം വരും. അപ്പോൾ ജമാഅത്തിന് വേണ്ടി കാര്യങ്ങൾ ഒരുങ്ങി. അപ്പോൾ വൃത്തിയായി ജമാഅത്ത് അടക്കും. ആ ജമാഅത്തിന് വൃത്തിയായി സൊഫ് ഇട്ടും. അപ്പോൾ മുതിർന്നവരൊക്കെ മുമ്പിലും കുട്ടികളൊക്കെ പിന്നിലുമായിട്ട് രൂപത്തിൽ സൊഫുകളുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പം ഇസ്ലാമിക സൊഫ് അനുസരിച്ച് സ്ത്രീകൾ പുരുഷന്മാരെ പിന്നിൽ തന്നെ മറയില്ലാതെ എന്നാണ്. അപ്പോൾ അത് വീണ്ടും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഉലമാക്കളൊക്കെ ഫത്വ പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേറെ റൂമാക്കിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു പ്രയാസമില്ല. അപ്പോൾ ആ നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരം നടക്കും, നിസ്കാരം കഴിഞ്ഞാൽ ക്ലാസ്സും നടക്കും. അപ്പോൾ എത്രത്തോളം എന്നറിയോ, ജമാഅത്തിന് ഒരാൾ വൈകി എത്തിയാൽ അയാൾക്ക് ആ മസ്ബൂക്ക് അറിയല്. ഒരക്കത്തൊക്കെ നഷ്ടപ്പെട്ട ആൾക്കാണ് മസ്ബൂക്ക് അറിയല്. മസ്ബൂക്കായി എന്നറിയും. എന്ന് പറഞ്ഞാൽ ഒരു റക്കായത്ത് ഇമാമിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഈ മസ്ബൂക്കായ വ്യക്തി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റുമെന്നാണ്. മസ്ബൂക്കായ വ്യക്തി നിസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ നിസ്കരിക്കല്ലേ, അപ്പോൾ ക്ലാസ് എടുക്കണോ വേണ്ടേ? അപ്പോൾ നമുക്ക് തിരക്കില്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ മുന്തിക്കണ്ടി നിസ്കാരത്തിനാണോ ക്ലാസ്സിനാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തനുസരിച്ച് പണ്ഡിതന്മാർ ഹദീസിൻ്റെ പിന്നെ ശൈലി അനുസരിച്ച് പറഞ്ഞത് ക്ലാസ് എടുക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ദിവസങ്ങളിലും സുബഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തിരിഞ്ഞെടുത്തിട്ട് ക്ലാസ് തുടങ്ങും. അതും എന്താ ചോദിക്കൽ, എന്നാൽ ആരെയും സ്വപ്നം കണ്ടീനോ ചോദിക്കും. ചിലപ്പോൾ ക്ലാസ് തുടങ്ങില്ല. അങ്ങനെ ആരെയും സ്വപ്നം കണ്ടീനോ ചോദിക്കും.
സ്വപ്നം കണ്ടു വരാനുള്ള സാധ്യതയുള്ള സമയമാണല്ലോ. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അവിടെ മസ്ബൂക്കിങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അവരെ പരിഗണിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹ് ദജ്ജാലുമായി ബന്ധപ്പെട്ട ഹദീസ് പറഞ്ഞപ്പം അതിൻ്റെ അടുക്ക് ഒരു ളുഹറും വന്നു, അസ്റും വന്നു. സമയം ഉണ്ടാവുമ്പം നിസ്കരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ക്ലാസ് തുടങ്ങും. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പള്ളി എന്ന് പറഞ്ഞു, മസ്ജിദുൻ നബവി അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചരിത്രത്തിൽ നമ്മൾ കാണുന്ന പള്ളി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇങ്ങനെ അടച്ചിട്ട് പോണ പരിപാടിയല്ല, എപ്പോഴും ഹെവിയായി അത് ലൈവായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു സംഗതി. അത് വെറുതെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ടീമിനെ ഒരു സ്ഥാനി ഏൽപ്പിച്ച് ചിലവരങ്ങനെ പള്ളിനായാത്താക്കിയവരുണ്ട്. എന്താണ് പള്ളിനായാത്താക്കൽ? പ്രത്യേകിച്ച് സാമ്പ്രദായിക മുസ്ലിം പള്ളികളിലൊക്കെ ഈ ദർസൊക്കെ ഉള്ളിടത്ത് ആ പള്ളിക്കലെ മൂല്യരും ഉണ്ടാവും, അവിടെ ഓതാൻ വന്ന കുട്ടികളുണ്ട്, അങ്ങനെ അയാത്താക്കണവരുണ്ട്. അപ്പോൾ നാട്ടുകാരോ ഇതാ പറഞ്ഞാൽ നാട്ടുകാരെ കൊണ്ട് അയാത്താക്കണ കാര്യമാണ്. ഏതെങ്കിലും പുറത്തുനിന്ന് വന്ന വരത്തന്മാരായ ഒരു ഉസ്താദും ആ ഉസ്താദിൻ്റെ കുറച്ച് കുട്ടികളും അവരെ കൊണ്ട് പള്ളി ഭയങ്കര സജീവമാണ്, 24 hour പള്ളിയിൽ വർക്കാണ്. അപ്പോൾ എൻ്റെ ഇതിലുള്ള സാന്നിധ്യം എന്താ വെച്ചാൽ ഞാൻ പോയി നോക്കലൊന്നുമില്ല, മാസത്തിന് ഞാൻ പൈസ അയക്കലുണ്ട് ഒരു 500 റുപ്യ എന്ന് പറഞ്ഞാൽ അതല്ല ഉദ്ദേശിച്ചത്. അത് സലഫിയത്തല്ല, അത് നമ്മൾ ആർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ മെഴുകുതിരി ആവണ പരിപാടിയാണ്. ഇത് അമ്മക്ക് മെച്ചണ്ടാവണ കാര്യമായി പറയണത്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അധികം ആളുകൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സമയം അതൊക്കെ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാവണം. പെരീക്ക് കെട്ടിച്ചോടത്തുനിന്ന് അവനാൻ്റെ അടുക്ക് പോകുമ്പോഴേക്കും പിന്നെ കുട്ടികളേറ്റമൊക്കെ ടൂറ് പോകുന്നിടത്തൊക്കെ നമ്മളെ ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ടൈം ടേബിളിൽ നമുക്ക് പള്ളിക്കൊരു സ്പേസ് ഉള്ളതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് നമ്മൾ യാത്ര പോലും അറേഞ്ച് ആക്കുള്ളൂ. ക്ലാസ് കഴിഞ്ഞിട്ട് പുറപ്പെടാം, പോകണ്ടാന്ന് ടൂറ് പോകണ്ട, പള്ളിൻ്റെ പേരിൽ ടൂറും പോകാൻ പറ്റണില്ല, പെരീക്കും പോകാൻ പറ്റണില്ല, ആകെ കുടുങ്ങി, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അതേ സന്ദർഭത്തിൽ ചിലപ്പോൾ നമ്മൾ അതിന് വർക്കിംഗ് ഡേയ്സ് ആവും കാണുന്നത്. പിന്നെ ഒരു തടസ്സമില്ലല്ലോ. വീക്കെൻഡിൽ നമ്മൾ ക്ലാസ് വെക്കുമ്പോഴേക്കാണ്, അപ്പോൾ വർക്കിംഗ് ഡേയ്സാണ് ആകെ പ്രശ്നം അറിയും. വീക്കെൻഡിൽ കല്യാണം ഉണ്ടാവും, അതും പ്രശ്നം അറിയും. പിന്നെ എപ്പോഴാണ് നമ്മൾ ക്ലാസ് എടുത്തൽ? പിന്നെ എപ്പോഴാണ് നമ്മളൊരു പരിപാടി വെക്കൽ? ഒരു കുട്ടീനെ ഇഫുദിന് പറഞ്ഞേക്കുന്നിടത്ത് മദ്രസിന് പറഞ്ഞേക്കുന്നിടത്ത് ട്യൂഷൻ ഉണ്ട് അറിയും. ദീന് പഠിപ്പിക്കുന്നിടത്ത് എല്ലാ സൗകര്യവും ഉണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഓരോരോ ബാലിശമായ കാരണങ്ങൾ പറയും. അപ്പോൾ പിന്നെ ഏറ്റവും എളുപ്പം എന്താ വെച്ചാൽ വർക്കിംഗ് ഡേയ്സിൽ എന്തായാലും നമ്മൾ എവിടേക്കും പോകണില്ല, കുട്ടികളെ വൈക്ക് പഠിക്കാൻ പോണ്, ബാക്കിയുള്ളവർ ജോലിക്ക് പോണ്, എങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വരുന്നൊരു സമയം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇശായിന് ശേഷക്കാരം ക്ലാസ്സിന് സൗകര്യം ഇശായിന് ശേഷമാവും. എങ്കിൽ ആ ഇശായിന് ശേഷം നമ്മളെ കുട്ടികൾക്ക് സൗകര്യം സുബഹീന് ശേഷമാവും. ഖുർആനോത്തിനും ഈ പറഞ്ഞ മദ്രസക്കും അല്ലെങ്കിൽ ഹിഫ്ദ് പഠിക്കുന്ന കുട്ടികൾക്ക് എത്രത്തോളം എന്നറിയോ? പിന്നെ അതിൽ ഇപ്പോൾ പുതിയ പഠനങ്ങളിലൂടെ ആളുകൾ പറയുന്നൊരു സംഗതി, ഇപ്പോൾ ഹിഫ്ദിന് സാധാരണ കുട്ടികളെ പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയാക്കി 2 കൊല്ലം ഉമ്മാൻ്റെ അടുത്തുനിന്നും ബാപ്പാൻ്റെ അടുത്തുനിന്നും വിട്ടുനിന്ന് കണ്ട് ഉള്ളൊരു രൂപമാണല്ലോ പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ ഹിഫ്ദിന് കാണുന്നത്. ആദ്യം അതും ഇല്ലായിരുന്നു. അതിന് അൽഹംദുലില്ലാഹ് എത്ര വലിയ മാറ്റമാണ് ഈ ഹിഫ്ദ് സ്ഥാപനങ്ങളൊക്കെ വന്നത്. പക്ഷെ എന്താ വെച്ചാൽ പുതിയ ജനറേഷൻ പ്രത്യേകിച്ച് വിട്ടു നിന്നിട്ട് പിന്നെ കുടുംബത്തിനോട് എതിരാവണ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. 2 കൊല്ലം 3 കൊല്ലമൊക്കെ വിട്ടിരിക്കുമ്പോൾ. പക്ഷെ അതിന് പരിഹാരം സത്യത്തിൽ പുറം ലോകത്തൊക്കെ കാണുന്ന ഒന്നാണ് പ്രാദേശിക ഹിഫ്ദ് സെൻറ്റർ. പ്രാദേശിക ഹിഫ്ദ് സെൻറ്റർ അത് ഉമ്മാനെയും കാണാതെ കണ്ട, വാപ്പാനെയും കാണാതെ കണ്ട, പിന്നെ ഓരൊക്കെ കൂടെ പെരുമാറിയിട്ട് തന്നെ സുബഹി മുതൽ ഒരു നിശ്ചിത സമയം വരെ ഓൻ ഹാഫിദായത് എവിടുന്ന വെച്ചാൽ അവനാൻ്റെ പള്ളിക്കെന്നാന്ന് പറഞ്ഞു. അങ്ങനെ കുറേ ഹാഫിദുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം നാട്ടിലെ പള്ളിക്കുന്ന, പക്ഷെ അത് ഒരാളൊക്കെയാണ് ഉള്ളത്, ഒറ്റ ആൾ. അത് ആ ബാപ്പയും ആ പള്ളിക്കൽ ഇമാമും തമ്മിലുള്ളൊരു ടൈയപ്പും മേലെ ഹാഫിദായ മക്കളുണ്ട്. കാരണം ആ നാട്ടിൽ എത്ര കുട്ടികളുണ്ടാവും അങ്ങനെ. ഓർക്കൊന്നും എന്തേ അത് പറ്റാഞ്ഞ് പ്ലാനിങ് ഇല്ല. ഇപ്പം എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്ന 2 ആളുകളുണ്ട്. ഒരു 2 ആളും ഹാഫിദായത് ഓരോ നാട്ടിലെ പള്ളിക്കൽ ഇമാമ് നിന്ന ഇമാമിൻ്റെ കീഴ്ന്നാണ്. പക്ഷെ ആ ഒറ്റ ആൾ, അതിൽ ഒരാൾ കൂടെ ഓൻ്റെ പെങ്ങളും ഹാഫിദായി എന്നുള്ള രസം. ഓനും ഹാഫിദായി, പെങ്ങളും ഹാഫിദായി. എവിടുന്ന്? അവനാൻ്റെ നാട്ടിലെ പള്ളിക്കുന്ന. ഇത് ഒരാളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമാണോ? ഈ ഹാഫിദ് ആബിൽ എന്ന് പറഞ്ഞാൽ വേറെ ഇഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. ഈ ചെറിയ പ്രായം മക്കൾക്ക് ആദ്യം തന്നെ നമ്മൾ അതിനനുസരിച്ച് നമ്മളെ പള്ളിക്കൊരു ഇമാമിനെയും ഒരു സമയക്രമം വെച്ചിട്ടുണ്ട് എങ്കിൽ ഇതാ ഇപ്പം അതിൻ്റെ തുടക്ക സമയം നിങ്ങൾ ഈ പള്ളിയെ സംബന്ധിച്ച് അതിൻ്റെ സ്റ്റാർട്ടിങ് ടൈമാണ്. മിനിമം ഖുർആൻ ഹിഫ്ദാക്കണം. തറാവീക്ക് ഇങ്ങനെ ഓടിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ആ കുഞ്ഞുങ്ങളെ കൂട്ടത്തിലുണ്ടാവും നല്ല ഇമ്പമാർന്ന ശൈലിയിൽ ഖുർആൻ ഓതാൻ പറ്റുന്ന ആൾക്കാർ ആ കൂട്ടത്തിലുണ്ടാവും. തറാവീക്ക് ഇമാമിനെ നമ്മൾ വേറെ അലഞ്ഞ് തിരേണ്ട ആവശ്യമുണ്ടാവും. നിങ്ങളൊരു 10 കൊല്ലം അപ്പുറത്ത് ആലോചിച്ച് നോക്കിയാൽ മതി.
ഒരു 10 കൊല്ലം അപ്പുറത്തേക്ക് ഇപ്പം താടി കറുത്തവരൊക്കെ താടി നരച്ചിക്കുന്ന ഒരു സമയത്ത് നമ്മളടുത്ത് ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ചെറിയ മക്കളെന്ന് പറഞ്ഞ ആൾക്കാർ നമ്മളെ മുമ്പിൽ ഇമാമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് നമ്മൾ വെച്ച പ്ലാന് വിജയിച്ചത് നമുക്കൊരു കൺകുളിർമാവും. നമ്മളിപ്പം ഒരു പ്ലാൻ വെച്ച് ഇപ്പം നമ്മളതിന് കൃത്യമായി പിന്നെ കുറച്ച് ശമ്പളം കൊടുത്തിട്ടായാലും ഒരാളിവിടെ കൊണ്ടുവന്ന് നിർത്തി ഒരു ഹൽക്ക തുടങ്ങി, ഹിഫുലിൻ്റെ ഹൽക്ക, ഖിറാഅത്തിൻ്റെ ഹൽക്ക തുടങ്ങിയിട്ട് കുഞ്ഞുങ്ങളത് പഠിച്ച് അതിൻ്റെ പേരിൽ ഓരോ പിന്നെ മുഴുവൻ ജുസുവും പഠിച്ചവരും പൗതി ജുസുവും പഠിച്ചവരൊക്കെയായി ആ കുഞ്ഞുങ്ങളുടെ നേതൃത്വത്തിൽ ഇമാമത്ത് നിന്ന് ഈ പള്ളിയുടെ അടുത്ത ഒരു തലമുറ അല്ല ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരെ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അടുത്തൊരു തലമുറയും പള്ളിയും അതൊന്ന് ആലോചിച്ച് നോക്കേണ്ടി. ആ ഈ പള്ളി മനസ്സിൽ കയറിയാലേ നമുക്കത് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളെ ചിഹ്നമാണ്, ഇത് നമ്മുടെ വികാരമാണ് എന്ന് നമ്മളെ മൈൻഡിൽ കയറിയാലേ ഞാൻ ഈ പറഞ്ഞീമൽ രോമാഞ്ചം ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞീമൽ കൺകുളിർമ അത് വല്ലാത്തൊരു കാഴ്ചകാരം, ചെറിയ കാഴ്ച ഒന്നും ആവില്ല. ഇപ്പം പല പള്ളിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തല നരക്കണം ഒരു പള്ളിയിൽ കാലുത്താൻ, താടിയും തലയൊക്കെ നരച്ചാലേ ഓൻ പള്ളിയിൽ കാല് കുത്തുള്ളൂ. അതുവരെ തിരക്കുകളുടെ പേര് പറഞ്ഞിട്ട് അവനാൻ്റെ പള്ളീനേറ്റ് ഒരു ബന്ധമില്ലാതെ നടക്കണേ. പിന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാ രൂപത്തിലുള്ള മഹത്തായ സമ്പാദ്യങ്ങളും കൊളസ്ട്രോളും ഷുഗറും എല്ലാ രൂപത്തിലുള്ള സമ്പാദ്യങ്ങളും ശരീരത്തിൽ അതിൻ്റെ ശേഷം മാത്രം പള്ളിക്ക് കാല് കുത്തി ഇനിയൊന്നും വയ്യ അപ്പോൾ പിന്നെ പള്ളിയാവാം എന്ന് വിചാരിക്കണം. അതല്ല, ചെറുപ്പക്കാർ പള്ളിക്ക് വരണം. ഓർക്ക് പള്ളിയിലേക്ക് വരാനുള്ള അജണ്ടകൾ കൃത്രിമമായ അട്രാക്ഷനുകളൊന്നുമല്ല, കൃത്രിമമായ ആകർഷണങ്ങളല്ല. ഇനിയിപ്പം പള്ളിയിൽ വരണം, അതിന് ഇവിടെ ഒരു ചായപ്പീടി ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തതെല്ലാം പറഞ്ഞു. ആ ആകർഷണമല്ല. ഓർക്ക് ഹൈറായ, തെറ്റില്ലാത്ത, നിഷിദ്ധമല്ലാത്ത, സുന്നത്തായ, കൂലി കിട്ടുന്നതും ആയിട്ടുള്ള ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആകർഷണങ്ങളുണ്ട്. അത് കാണിച്ചു കൊടുത്തിട്ട് അവരെ പള്ളിയിലേക്ക് വശീകരിക്കണം. അതിന് സ്ത്രീകളും മന്യമല്ല. ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ് എന്ന പള്ളിക്ക് കാന്തപുരത്തിൻ്റെ വ്യാഖ്യാന പ്രകാരം പഠിപ്പിനും സ്ഥാനം കാണാനൊക്കെ വരാം. പള്ളിക്ക് നിസ്കാരത്തിനല്ലെങ്കിലും കാന്തപുരത്തിൻ്റെ വ്യാഖ്യാന പ്രകാരം വയലിന് വരാമെന്നാണല്ലോ. പള്ളിക്ക് നിസ്കരിച്ചാനല്ലേ വരാൻ പറ്റാത്തുള്ളൂ, വയലിന് വരാമല്ലോ. നമ്മൾ പറഞ്ഞത് നിസ്കരിച്ചാനും വരാം, വയലിനും വരാം. ഓല ആകെ വരന് നിസ്കരിച്ചാനെന്നല്ല, ഓർക്കുണ്ട് ഓരുടേതായ ഒരു പങ്ക് പള്ളിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വൃത്തിയാക്കിയത് ഒരു പെണ്ണേന്, പള്ളി വൃത്തിയാക്കിയത് പള്ളിയാണ്, അതുകൊണ്ടൊരു ആണ് വേണം എന്ന് തപ്പണമെന്നൊന്നുമില്ല. പള്ളിയാണ്, അതുകൊണ്ടൊരു ആണ് വേണം എന്നൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ തൂത്തുവാരിയിരുന്നത് ഒരു സ്ത്രീ ആയിരുന്നു. പുരുഷന്മാരും ഉണ്ടായിരുന്നു, സ്ത്രീയും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഉള്ളത് ആ സമയത്ത് പിന്നെ ഒരു ഇഖ്തിലാത്തില്ലാത്ത കോലത്തിലൊന്ന് ഒഴിഞ്ഞെടുത്താൽ മതി. ഈ സമയം വൃത്തിയാക്കുന്ന സമയമാണ്, അപ്പോൾ വള്ളിയൊന്ന് കുറ്റിയിടും എന്നാക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മളെ അടുത്ത് ചരിത്രത്തിൽ കിതാബ് കാണുന്ന പള്ളി. ഏട്ടിലുള്ള പള്ളിയും നാട്ടിലുള്ള പള്ളി ഇപ്പോൾ ഭയങ്കര ഡിഫറൻസാണ്. കിതാബ് കാണുന്ന പള്ളി എന്ന് പറഞ്ഞാൽ ഫുൾ സജീവമാണ്, നിറ സാന്നിധ്യം. ഓരോ തൂണും ഓരോ സ്ഥാമാർക്ക്. പള്ളിക്കൽ കുറേ തൂണുണ്ടാവും. ഈ പറഞ്ഞ ഇറാഖിൻ്റെ പള്ളികളിലും മറ്റുമൊക്കെ ആ തൂൺ ചാരിയിരുന്ന ഒരാളെ ഞാൻ കണ്ടു. പിന്നീടാണ് അറിഞ്ഞത് അത് മുആദ് ബിൻ ജബലാണ്, പിന്നീടാണ് അതറിഞ്ഞത് ഇന്ന ഷെയ്ഖാണ് എന്നൊക്കെ ചരിത്രകാരന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. തൂണും ചാരിയിരുന്ന് ഒരറിയുന്ന കുറച്ച് ആൾ മാത്രം ഓരെ ചുറ്റിപ്പറ്റിയിരുന്ന് ഓരോരുത്തുനിന്ന് കിട്ടാനുള്ള അറിവും ശേഖരിച്ച് ഒരു പള്ളിയുടെ ധർമ്മമായി ലോകത്തിന് വെളിച്ചമുള്ള ചരിത്രം ഓരൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് പിന്നെ കിതാബിൽ നമ്മൾ കാണുന്ന പള്ളി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസ് നടന്ന സ്ഥലമായിരുന്നു ഈ പറഞ്ഞ മസ്ജിദുൽ ഹറം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദർസ് നടന്ന് അതിനുശേഷം പലരുടെയും മാലിക് ബിൻ അനസിലൂടെ വന്ന് പലരിലൂടെയും അത് ഇന്നും നിലനിൽക്കുന്ന ദർസിൻ്റെ സജീവമായ കേന്ദ്രമാണ് ഈ പറയുന്ന മസ്ജിദുൽ നബവിയും മസ്ജിദുൽ ഹറമും എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പള്ളികൾ. അങ്ങനെ ലൈവായി നിൽക്കണേ ആ നാട്ടിലെ മനുഷ്യന്മാർക്കും അല്ലാതെ അതിലപ്പുറത്തേക്ക് അവിടെ ആളുകളെ ക്ഷണിച്ച് അവിടെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് അതിൻ്റെ ഇടക്ക് ആ നാട്ടുകാർ വരുമ്പം ഇതൊക്കെ കണ്ട് അവിടെ ആ ജമാഅത്ത് ഒരു വലിയ ജമാഅത്ത് ഒക്കെ പള്ളിൻ്റെ വറക്കത്താണ്. വലിയ ജമാഅത്ത് പള്ളിക്ക് വറക്കത്താണ്. കുറേ ആളുള്ള ജമാഅത്ത്. ഇപ്പോൾ ഒരാൾക്ക് കുറേ സെൽഫി പള്ളീൻ്റെ കുട്ടിയോടെ നാട്ടിലെ. അപ്പോൾ ഇയാൾ ഒടുക്ക പോകേണ്ടിയെന്ന് ചർച്ച ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചർച്ച എന്താ വെച്ചാൽ കൂടുതൽ ജമാഅത്തുള്ള പള്ളി എവിടെയാണോ അവിടെ പോകാമെന്നാണ്. കുറേ ജമാഅത്തുള്ള പള്ളി ഏതാണോ അവിടെ പോകും. കുറേ ആളെ കൂടെ കൂടുക. കുറേ മാനദണ്ഡങ്ങൾക്ക് ശേഷം വന്ന ഒരു മാനദണ്ഡം അതാണ്.
കുറേ ജമാഅത്ത്, അപ്പോൾ കുറേ മനുഷ്യന്മാരുണ്ടാവുക. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. അതിൻ്റെ ആദ്യം വികാരമായി കണ്ട ആൾക്കാർക്ക്, ആദ്യമേ ഒരു രസം കണ്ട ആൾക്കാർക്ക് അത് ഭയങ്കര സന്തോഷമാകും. ഒരുപാട് ആളെ കൂടെ ഞാനും തോളോട് തോള് ചേർന്ന് നിന്ന് നിസ്കരിക്കുക എന്ന് പറഞ്ഞത്. ആ ആളുകൾ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ആയ ഭയങ്കര ഹൈറ. അത് നമ്മളെല്ലാവരും ഇവിടെ വേണം, ഇവിടെ ഉണ്ടായിക്കൊണ്ട് നമ്മൾ അതിന് പ്ലാൻ ഉണ്ടാക്കണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പറഞ്ഞ സൂറത്ത് നൂറിലെ ആയത്തുകൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ, കച്ചവടമോ ഈ പറയുന്ന വ്യവഹാരങ്ങളോ അവർക്ക് പള്ളിയെ തൊട്ട് തടസ്സം ഉണ്ടാക്കില്ല എന്നുള്ളത്. പള്ളിയെ തൊട്ട് അവർക്ക് അതൊരു തടസ്സമല്ല, അവരതിൽ സജീവമായിരിക്കും. അവർ തൻ്റെ കച്ചവടം നടത്തും. കച്ചവടം നടത്തിയാലേ പള്ളിക്ക് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ, നല്ല നയിച്ചണം, അതിലൊന്നും സംശയമില്ല. എന്നാൽ ഒരു വിഭാഗം ഇൽമിന് വേണ്ടി, പ്രത്യേകിച്ച് നമ്മളെ കുഞ്ഞുങ്ങൾ, നമ്മളെ കുട്ടികൾ, അവർക്കുള്ള വളരെ പ്ലാനോട് കൂടിയുള്ള സംവിധാനം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഭാഗം ഈ വിഷയത്തിൽ പറയാനുണ്ട്. അതിലൊരു ഭാഗം മാത്രമേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു തലവാചകം കൊടുക്കുക. പള്ളി വിജ്ഞാന ഗോപുരങ്ങളാവണം, പള്ളി വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമാവണം. 5 വക്ത് നിസ്കരിക്കണം എന്ന ഭാഗം ഞാൻ പറഞ്ഞു. അതിന് നമ്മുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. പള്ളി പരിപാലനത്തിൽ നമ്മുടെ സാന്നിധ്യം നമ്മൾ അറിയിക്കണം. നമ്മൾ മനസ്സുകൊണ്ട് ഉപദേശങ്ങൾ കൊണ്ടൊക്കെ നമ്മളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം. അതോടൊപ്പം ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ പ്രധാന വിഷയം പള്ളി വിജ്ഞാന ഗോപുരമാവണം. അപ്പോൾ ഇവിടെ നമ്മുടെ മക്കൾ, പേരക്കുട്ടികൾ, അത് പള്ളിക്കലോൻ ഇഫ്ലോത്തിന് പോകുന്നുണ്ട്, ഖുറാനോത്തിന് പോകുന്നുണ്ട്, അവൻ തജ്വീദ് പഠിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അതിന് വേണ്ടുന്ന സൗകര്യം അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മൾ ഈ പള്ളിയെ മാത്രം നോക്കുകയാണെങ്കിൽ ഈ പള്ളിയിലുണ്ട്. ഈ പ്ലാനിങ്ങിൻ്റെ കുറവുകൊണ്ട് ഇത് ഡെഡായി കിടക്കരുത്. നമ്മളടുത്തൊരു പ്ലാനിങ്ങും താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ ഇതിങ്ങനെ ഒരു ഉണങ്ങിക്കിടക്കുന്ന ഒരു 4-5 കൊല്ലൊക്കെ ഇങ്ങനെ ഉണങ്ങിക്കിടന്നാൽ പിന്നെ ആർക്കും തീരെ താല്പര്യം ഉണ്ടാവില്ല. വന്ന ആ പച്ചപ്പ് തന്നെ, ആ പച്ചപ്പ് ഉണങ്ങാതെ സൂക്ഷിക്കുക എന്നുള്ള, വന്നപ്പോൾ ആ ഒരു നനവുണ്ടല്ലോ, അത് ഉണങ്ങാതെ എങ്ങനെ പോയി കഴിഞ്ഞാൽ അത് കാലങ്ങളോളം നിലനിൽക്കും. കുറേ കഴിഞ്ഞ് ഉണങ്ങി പിന്നെ ആരെങ്കിലും ഒന്ന് നനക്കാൻ നോക്കിയാൽ ചിലപ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ തുടക്കമാണ് നിങ്ങളെ സംബന്ധിച്ച് അൽഹംദുലില്ലാ ഈ പള്ളി എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ സജീവമായ, പിന്നെ സമയം എത്ര ഞാൻ പറയണം? നിങ്ങൾക്ക് സജ്ജീകരണങ്ങളില്ലേ? ഇതിൻ്റെ കൂടി വരാം, ആയിക്കോട്ടെ. അപ്പം പിന്നെ വിജ്ഞാന ഗോപുരങ്ങളായിട്ട് പിന്നെ ഈ പള്ളിയെ മാറ്റുന്നോടത്ത് നിങ്ങൾക്ക് പ്ലാന് വേണം. എന്തൊക്കെ പ്ലാന് എന്ന് ഞാൻ പറയണില്ല, അത് ഓരോ നാട്ടിനനുസരിച്ചും നിങ്ങളുടെ നാടിനനുസരിച്ചുള്ളത് നിങ്ങൾ മീറ്റിംഗ് കൂടി ആ മീറ്റിങ്ങിൽ പരമാവധി സാന്നിധ്യം അറിയിച്ച് അവനാൻ്റെ ആഗ്രഹങ്ങൾ അങ്ങനെ ഉണ്ടാവുമല്ലോ കുറേ. ഇപ്പോൾ ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ പുറനാട്ട് പോയിട്ടുള്ള ഇങ്ങനെ ഡയലോഗ് പറയും, ഞാൻ സൗദി പോയപ്പം അവിടെ പള്ളിയിലൊക്കെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. അത് അവനാൻ്റെ നാട്ടിൽ വരുത്തുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവില്ല. പുറത്തത്തെ ഇങ്ങനെ ഡയലോഗ് പറഞ്ഞിരിക്കാൻ നല്ല രസമാണ്. അവിടെ സൗദിയിൽ അങ്ങനെയായിരുന്നു, ഞാനിവിടെ ബഹ്റൈനിൽ പോയപ്പോൾ എങ്ങനെയായിരുന്നു. ചിലവർ അങ്ങനെ ഉണ്ട്. ഈ മനുഷ്യന്മാർ ഒരു സതുപദേശം കൊണ്ട് പോലും എന്ത് ചെയ്യൂല, അവനാൻ്റെ പള്ളിയിൽ ഇതേ മരുത്തൊന്ന് കൊണ്ടുവരാനോ ഇതേമാതിരി ഒരു വളർച്ചയ്ക്ക് വേണ്ടിയോ ഒന്നും ചെയ്യൂല. അങ്ങനെയുള്ള മനുഷ്യന്മാർ ശാപമാണ്, ഒരു ടോർച്ചർ ചെയ്യാന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ളവരുണ്ടായിട്ട് കാര്യമില്ല. പിന്നെന്തുവാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ട യാത്രകളിൽ, നമ്മുടെ പിന്നെ സഞ്ചാരങ്ങളിലൊക്കെ നമ്മൾ കണ്ട കുറേ അനുഭവം ഉണ്ടാവും. അതിലേറ്റവും നല്ല മാതൃക ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന പണി ഇങ്ങനെ പോണ പള്ളികളിലൊക്കെ നോക്കിയിട്ട് മിനിമം ഓരോ സ്ട്രക്ചർ അടക്കം അല്ലെങ്കിൽ ഒരു നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ച ചില കാര്യങ്ങളുണ്ടാവും. ഓരോടെ മീറ്റിങ്ങിൻ്റെ ഒരു റിസൾട്ട് അടക്കം ഫോട്ടോ എടുത്ത് കൊണ്ടുവരും. എന്നിട്ട് അടുത്ത പള്ളി കമ്മിറ്റിൻ്റെ മീറ്റിങ്ങിൽ ഇത് നല്ലൊരു മാതൃകയാണ്, ഇത് നമുക്ക് സ്വീകരിക്കാം എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ പള്ളിക്ക് ഇതങ്ങനെ വരുത്താന്നുള്ള ഗവേഷണത്തിൽ നിന്നാണ്. അത് മൈൻഡ് ഉണ്ടാകുമ്പോഴേ വരുള്ളൂ. നമ്മൾ ഏത് പള്ളിയിൽ പോകുമ്പോഴും അവിടെ ഒരു ഒട്ടിച്ച ടൈൽസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളെ പള്ളി ഇങ്ങനെ സ്ലിപ്പാവാൻ കൂട്ടിക്കോളെ. അപ്പോൾ നമ്മൾ ആ ടൈൽസും ചിലപ്പം നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഇവിടെ കമ്മിറ്റിയിൽ പറയും, ഞാൻ അടുത്ത നവീകരണ പരിപാടി ഉണ്ടാകുമ്പം നമ്മളെ ടൈൽസ് ഇങ്ങനെ ഒരു മെറ്റീരിയലൊക്കെ നല്ല. ഇതങ്ങനെ മൈൻഡ് കയറണം എന്താ വെച്ചാൽ നമ്മളെ മൈൻഡിൽ നമ്മളെ പള്ളിയുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങളെ മൈൻഡിലുണ്ടാകേണ്ട കാര്യമാണ് ഇവിടുത്തെ വിജ്ഞാന കേന്ദ്രം. ഈ പള്ളി എങ്ങനെ നമ്മുടെ നാടിന് ബറക്കത്ത് ചൊരിയുന്ന, നമ്മുടെ നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ നൂറിനെ വിതരണം ചെയ്യുന്ന ഒരു കേന്ദ്രമായി ഈ പള്ളി മാറാം എന്നുള്ളിടത്താണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പം ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള പ്ലാനിങ്ങുകൾ ഉണ്ടാവും. ഞാനിന്ന് ഒരു ഗംഭീര വയറല്ല നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, മറിച്ച്
നിങ്ങളോട് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിച്ച വിഷയം എന്ന് പറഞ്ഞത് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയെ നമുക്ക് എങ്ങനെ സജീവമാക്കാം എന്നുള്ളതാണ്.